സൂറത്ത് തഹ്രീമിൽ നിന്ന് സുപ്രധാനമായ 2 വചനങ്ങളാണ് ഇന്ന് നമ്മൾ ഈ 2 ആയത്തുകളിൽ വരുന്നത്. വളരെ ഹ്രസ്വമായിട്ട് നമുക്ക് വിശദീകരിക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا توبوا إلى الله توبة نصوحا. അല്ലാഹു സുബ്ഹാനഹു വ തആല 8ാമത് വചനത്തിലൂടെ പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ. ആ വിളി തന്നെ നോക്കൂ നിങ്ങൾ. വളരെ ഇമ്പോർട്ടന്റ് പോയിന്റുകൾ പറയുമ്പോഴാണ് അല്ലാഹു തആല അങ്ങനെ വിളിക്കുന്നത്. യാ, ഒരു അവൈക്കനിങ് ടെക്നിക്ക് എന്ന് പറയാം. നമ്മുടെ ഉള്ള് ഉണർത്തുകയാണ്. അശ്രദ്ധയോടുകൂടെയുള്ള നമ്മുടെ ഉള്ള് അല്ലാഹു ഉണർത്തുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ. അള്ളാഹുവിന്റെ ആ വിളി കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കും, ശേഷം വളരെ പ്രധാനപ്പെട്ട എന്തോ ഒരു കാര്യം ഇതാ പറയാൻ പോകുന്നു. അള്ളാഹു പറയുന്നത്, തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹ. നിങ്ങൾ ആത്മാർത്ഥമായ രൂപത്തിൽ പശ്ചാത്തപിച്ച് അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുക. തൂബൂ ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങണം. നിങ്ങൾ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിക്കണം. എങ്ങനെ? തൗബതൻ നസൂഹ, ആത്മാർത്ഥമായ തൗബ. വെറുതെ ഒരു തൗബ പോരാ, പേരിന് പോരാ, ജാട പോരാ. ആത്മാർത്ഥമായ രൂപത്തിൽ നിങ്ങൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങിക്കോളൂ. അസാ റബ്ബുക്കും അൻ യുകഫിറ അൻകും സയ്യിആതികും. അല്ലാഹു സുബ്ഹാനഹു വ തആല, നിങ്ങളുടെ നാഥൻ, നിങ്ങളുടെ പാപങ്ങളൊക്കെ നിങ്ങൾക്ക് പുറത്തു തന്നേക്കാം. മാത്രമല്ല, വയുദ്ഖിലകും ജന്നാത്ത്, സ്വർഗത്തോപ്പുകളിൽ നിങ്ങളുടെ നാഥൻ നിങ്ങളെ പ്രവേശിപ്പിക്കുകയും ചെയ്യും. ഏതാണ് ആ സ്വർഗം? തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, അതിന്റെ താഴ്ഭാഗത്തിലൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കും. അങ്ങനെയുള്ള സ്വർഗത്തിൽ നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളെ പ്രവേശിപ്പിക്കും. നൂറു, വീണ്ടും അല്ലാഹു പറയും, യൗമ ലാ യുഖ്സില്ലാഹു നബിയ്യ വല്ലദീന ആമനൂ മഅഹു. നബിയെയും നബിയോട് കൂടെയുള്ളവരെയും വിശ്വാസികളെയും അല്ലാഹു അപമാനിക്കാത്ത ദിവസമാകുന്നു അത്. നൂറുഹും യസ്ആ ബൈന ഐദീഹിം വബിഐമാനിഹിം, അവരുടെ മുന്നിലും അവരുടെ വലതുഭാഗത്തും പ്രകാശമുണ്ടായിരിക്കും. യഖൂലൂൻ, അവർ പറയുകയും ചെയ്യുമെന്ത്? റബ്ബനാ അത്മിം ലനാ നൂറനാ വഗ്ഫിർ ലനാ, ഞങ്ങളുടെ പ്രകാശത്തെ ഞങ്ങൾക്ക് പൂർത്തിയാക്കി തരണമേ, ഞങ്ങളുടെ പാപങ്ങളൊക്കെ ഞങ്ങളോട് പൊറുക്കണമേ എന്ന് അവർ പറയുകയും ചെയ്യുന്നതാണ്. ഇന്നക അലാ കുല്ലി ശൈഇൻ ഖദീർ, തീർച്ചയായിട്ടും അല്ലാഹ്, ഇന്നക അലാ കുല്ലി ശൈഇൻ ഖദീർ, അല്ലാഹുവേ നീ എല്ലാ വസ്തുക്കൾക്കും കഴിവുള്ളവനാണ് എന്നവർ പറയുകയും ചെയ്യുന്നതാകുന്നു. ഈ ആയത്തിലൂടെ ആദ്യം അല്ലാഹു പറഞ്ഞത്, നിങ്ങൾ അല്ലാഹുവിലേക്ക് ആത്മാർത്ഥമായ രൂപത്തിൽ തൗബ ചെയ്ത് മടങ്ങിക്കൊള്ളുന്നു. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒട്ടേറെ ആയത്തുകളിലൂടെ പറയുന്ന ഒരു വിഷയമാണിത്. ഹൂദ് സൂറത്തിൽ അല്ലാഹു ഇങ്ങനെ പറയുന്നു, ഇസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിലേക്ക് പൊറുക്കലിനെ തേടിക്കോളൂ. വതൂബൂ ഇലൈഹി, അവനോട് പശ്ചാത്തപിക്കുകയും ചെയ്തോളൂ.
ശുദ്ധ ഖുർആനിൽ തന്നെ നൂർ സൂറത്തിൽ അല്ലാഹു പറയുന്നത് വതൂബൂ ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂന ലഅല്ലകും തുഫ്ലിഹൂൻ. സത്യവിശ്വാസികളോട് അല്ലാഹു പറയാണ് വതൂബൂ ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ. മുഅ്മിനീങ്ങളെ, സത്യത്തിൽ വിശ്വസിച്ചവരെ, നിങ്ങൾ മുഴുവനായിട്ട് നിങ്ങളെല്ലാവരും അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങിക്കോളൂ. ലഅല്ലകും തുഫ്ലിഹൂൻ. നിങ്ങൾ വിജയികളായേക്കാം, നിങ്ങൾക്ക് വിജയമുണ്ടാകും. നിങ്ങൾ പശ്ചാത്തപിച്ച് അല്ലാഹുവിലേക്ക് മടങ്ങണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ വ്യാഖ്യാനിച്ചു. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അയ്യുഹന്നാസ്. അള്ളാന്റെ തിരുദൂതർ പറഞ്ഞതായിട്ട് ഹദീസുകളിൽ കാണാം. റസൂൽ പറയുന്നു, ജനങ്ങളെ, തൂബൂ ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ചോളൂ. മാത്രമല്ല വസ്തഗ്ഫിറൂ, നിങ്ങൾ അവനോട് പൊറുക്കലിനെ തേടുകയും ചെയ്തോളൂ. നിങ്ങൾ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങിക്കോളൂ, അവനോട് പാപമോചനത്തിന് അർപ്പിക്കുകയും ചെയ്തോളൂ. ഫഇന്നീ അതൂബു ഫിൽ യൗമി 100 മറ. ഞാൻ ഒരു ദിവസം 100 തവണ അവരിലേക്ക് ഖേദിച്ചു മടങ്ങുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് തൗബ ചെയ്യാൻ പറഞ്ഞിട്ട് നബി പറയുന്നത് എന്താ അറിയോ? ഞാൻ ഒരു ദിവസം 100 തവണ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുന്നു. തൗബ എന്ന് പറഞ്ഞാൽ അള്ളാന്റെ തിരുദൂതർ ഒരു ദിവസം 100 തവണ എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം, നമ്മൾ എത്ര പ്രാവശ്യം പറയേണ്ടി വരും? ജീവിതത്തിൽ ഒരു തെറ്റ് പോലും ചെയ്യാത്ത പുണ്യനബി, എല്ലാ നിലക്കും അനുകരണീയനായ അള്ളാഹുവിന്റെ തിരുദൂതർ പോലും ഒരു ദിവസം 100 വട്ടം ഇസ്തിഗ്ഫാറും തൗബയും നടത്തുന്നു എന്ന് പറഞ്ഞാൽ ഒന്നുമല്ലാത്ത നമ്മൾ അള്ളാഹുവിലേക്ക് എത്രമാത്രം ഖേദിച്ചു മടങ്ങണം? ഏത് സമയം നമ്മളിങ്ങനെ റെഡിയായിട്ട് നിൽക്കണം. ഒരിക്കൽ റൂഹുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബിയുടെ അരികെ വന്നു. അള്ളാഹുവിന്റെ തിരുദൂതരുടെ അരികെ വന്നിട്ട് ജിബ്രീൽ എന്ന മലക്ക് പറഞ്ഞു, നബിയെ, അള്ളാഹു അങ്ങയുടെ മേലിൽ സലാം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബിയോട് പറഞ്ഞു, നബിയെ, ജനങ്ങളുടെ തെറ്റുകൾ അല്ലാഹു പൊറുക്കാൻ അവരുടെ മരണത്തിന്റെ മുമ്പ് 1 വർഷം മുമ്പെങ്കിലും അവർ തൗബ ചെയ്യണം നബിയെ, അല്ലാഹുവിന്റെ കൽപ്പനയുണ്ട്. 1 വർഷം മുമ്പെങ്കിലും തൗബ ചെയ്യണം. ഈ സമയത്ത് അള്ളാഹുവിന്റെ തിരുദൂതർ പറഞ്ഞു, അത് പോരാ, ഒരു മനുഷ്യൻ മരിക്കുന്നതിന്റെ 1 കൊല്ലം മുമ്പെങ്കിലും തൗബ ചെയ്തിട്ടില്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ല എന്നാണ് പറയുന്നത്. 1 കൊല്ലം മുമ്പെങ്കിലും വേണമെന്നാണ്. അത് കഴിയൂല. എന്തുകൊണ്ട്? എന്റെ പറയുന്നത് അവർ ഗഫലത്ത് കൂടിയവരാണവർ. മഹാനായ ജിബ്രീൽ എന്നവർ ശ്രദ്ധയുള്ളവരാണ്. അതുകൊണ്ട് മരണത്തിന്റെ മുമ്പ് 1 വർഷമെങ്കിലും മുമ്പ് തൗബ ചെയ്യണമെന്ന് ശരിയല്ല. സമയം ഇങ്ങോട്ട് പോരണം. ഈ സന്ദർഭത്തിൽ വീണ്ടും ജിബ്രീൽ എന്ന മലക്ക് വന്നുകൊണ്ട് പറഞ്ഞു അത്രേ, അള്ളാഹുവിന്റെ തിരുദൂതരെ, അങ്ങയോട് അല്ലാഹു സലാം പറയുന്നു, അങ്ങയുടെ ഉമ്മത്തിന്റെ തെറ്റുകൾ പൊറുക്കപ്പെടാൻ അവരുടെ തൗബ അവരുടെ മരണത്തിന്റെ 1 മാസം മുമ്പെങ്കിലും വേണം. 1 വർഷം എന്നുള്ളത് 1 മാസമാക്കി ചുരുക്കിക്കൊള്ളു. ഈ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത് പോരാ, 1 മാസം എന്നൊക്കെ പറഞ്ഞാൽ നീണ്ട കാലമുണ്ട്. എന്റെ ഉമ്മത്തിന് ഗഫ്ലത്ത് കൂടുതലാണ്, അശ്രദ്ധ കൂടുതലാണ്. അതേ രൂപത്തിൽ വീണ്ടും പറഞ്ഞു. ഈ സമയത്ത് മഹാനായ ജിബ്രീൽ എന്ന മലക്ക് വീണ്ടും അപ്രത്യക്ഷനായി. ഒരല്പം കഴിഞ്ഞപ്പോൾ വീണ്ടും വന്ന് സലാം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, 1 ദിവസം മുമ്പെങ്കിലും തൗബ വേണം. മരിക്കുന്നതിന്റെ 1 ദിവസം മുമ്പെങ്കിലും തൗബ വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതും പോരാ. ആദ്യം 1 വർഷമാണ്, രണ്ടാമത് 1 മാസം പറഞ്ഞത്, പിന്നെ ആഴ്ച വിട്ടു, ആഴ്ച പറഞ്ഞില്ല, പിന്നെ പറഞ്ഞു 1 ദിവസം. അപ്പൊ ഒരാൾ മരിക്കുന്നതിന്റെ 1 ദിവസം മുമ്പെങ്കിലും തൗബ വേണം. അതിന്റെ എപ്പുറത്തേക്ക് പോകുന്ന തൗബ സ്വീകരിക്കില്ല. ഈ സമയത്ത് അള്ളാഹുവിന്റെ തിരുദൂതർ വീണ്ടും പറഞ്ഞു, പോരാ, 1 ദിവസമൊക്കെ അധികം. ജിബ്രീൽ എന്ന മലക്ക് വീണ്ടും അപ്രത്യക്ഷനായി. വീണ്ടും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നു. എന്നിട്ട് മലക്ക് വന്നിട്ട് പിന്നീട് വന്നിട്ട് പറഞ്ഞു, നബിയെ, അങ്ങയുടെ ഉമ്മത്ത് മരിക്കുന്നതിന്റെ 1 സാഴത്ത് 1 മണിക്കൂർ മുമ്പെങ്കിലും തൗബ വേണം. 1 മണിക്കൂർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിട്ടില്ല. നബിയുടെ കാര്യത്തിലല്ല ഈ പറയുന്നത്.
അള്ളാഹുവിന്റെ തിരുദൂതരെ സംബന്ധിച്ചിടത്തോളം തിരുദൂതർക്ക് തിരുദൂതരുടെ കാര്യത്തിൽ ഒരു പേടിയും വേണ്ട. സ്വർഗപ്രവേശനത്തിന്റെ പ്രോദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ഈ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലിന് ഉമ്മത്തിനോടുള്ള സ്നേഹം എത്രമാത്രമാണ്, ഉമ്മത്തിന് തിരിച്ച് അങ്ങോട്ടുണ്ടോന്നാണ് നമ്മൾ ചിന്തിക്കണം. സിനിമാ നടന്മാരെയും സ്പോർട്സ് താരങ്ങളെയും അന്ധമായിട്ട് അനുകരിക്കുന്ന ഒരു കാലം. ഈ റസൂലിനെ മനസ്സിൽ കൊണ്ടു നടക്കുന്നതിന് പകരം ആരെയാണ് കൊണ്ടു നടക്കുന്നത്? വേഷവിധാനങ്ങൾ പോലും സഹോദര ഇന്ന് സ്വീകരിക്കുന്നത് ഏത് രൂപത്തിലാണ്? കുട്ടികൾ മുടി കൊണ്ടൊക്കെ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്. ഒരു ഓന്തിനെ തലയിൽ കയറ്റി വെച്ചതുപോലെയാണ് മുടി കൊണ്ടുള്ള കളിയാണ്. അള്ളാഹു എങ്ങാനും ട്യൂമർ നൽകിയാൽ പിന്നെ ആ കളിയൊക്കെ നിൽക്കും. വേണ്ടില്ലായിരുന്നു എന്ന് തോന്നുന്നു. സഹോദര, റസൂലിന്റെ സ്നേഹം നോക്കൂ നിങ്ങൾ. അള്ളാന്റെ തിരുദൂതരെയാണ് നമ്മൾ അനുകരിക്കേണ്ടത്. റസൂല് പറയാണ്, ഒരു മണിക്കൂർ മുമ്പ്, അതും ശരിയല്ല, എന്റെ ഉമ്മത്തിന് അശ്രദ്ധ കൂടുതലാണ്. ഈ സമയം ജിബ്രീൽ എന്ന മലക്ക് വീണ്ടും അവിടെ നിന്ന് പോവുകയും മൂന്നും വീണ്ടും മടങ്ങി വരികയും അങ്ങനെ നബിയോട് പറഞ്ഞു, നബിയെ, റൂഹ് തൊണ്ടക്കുഴിയിലെത്തുന്നതിന് മുമ്പ് അങ്ങയുടെ ഉമ്മത്ത് അവര് തൗബ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കുന്നതാണ്. ഇതിന്റെ അപ്പുറത്തേക്കില്ലല്ലോ. എത്ര ഭാഗ്യവാന്മാരാണ് നമ്മൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല മരണത്തിന്റെ മുമ്പ് ശരിയായ രൂപത്തിൽ തൗബ ചെയ്ത് മടങ്ങാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു തന്നെ പറഞ്ഞത്, ചായ കുടിച്ചോളിട്ടോ, അള്ളാഹു പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹാ. വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത്, സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങണം. അതായത് ആത്മാർത്ഥമായ രൂപത്തിലുള്ള തൗബയാകണം. നസൂഹായ തൗബ എന്ന് പറഞ്ഞാൽ എന്താ അറിയാം? നസൂഹായ തൗബ എന്ന് പറഞ്ഞാൽ അള്ളാഹുവോട് ബന്ധപ്പെട്ട നമ്മൾ ബന്ധപ്പെടുന്ന വിഷയത്തിലാണോ തെറ്റ് എങ്കിലും നമ്മൾ ആ തെറ്റിൽ നിന്ന് പരിപൂർണമാണ് ഉറപ്പിക്കുക. സംഭവിച്ചു പോയതിൽ അഗാധമായ കുറ്റബോധമുണ്ടാവുക. ഈ മൂന്ന് കാര്യങ്ങൾ ഒരേ സമയത്ത് മേടിക്കൽ, അതാണ് നസൂഹായ തൗബ എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യുന്ന തെറ്റിന് പരിപൂർണമായിട്ട് വിട്ടുനിൽക്കണം. ഇനി ഒരിക്കലും ആ തെറ്റിലേക്ക് മടങ്ങില്ല എന്ന ദൃഢപ്രതിജ്ഞ വേണം. സംഭവിച്ചു പോയതിൽ അഗാധമായ കുറ്റബോധം വേണം. ചിലര് എത്ര വലിയ തെറ്റ് സംഭവിച്ചാലും അത് അത്ര വലിയൊരു പ്രശ്നമായിട്ട് കാണില്ല. അത് അത്ര വലിയൊരു പ്രശ്നമായിട്ട് കാണില്ല. അത് മൈൻഡ് ചെയ്യൂല. അങ്ങനല്ല, എത്ര ചെറുത് സംഭവിച്ചാലും അതൊരു പ്രശ്നമായിട്ട് കാണും. മുള്ളുള്ള ഭൂമിയിലൂടെ എന്നതുപോലെ വേണം. അങ്ങനെയാണ് മഹാന്മാര് പറയുന്നത്. കാരണം ചെറിയ തെറ്റുകൾ ഒരുപാട് കുന്നുകൂടുമ്പോൾ അത് വലുതാവും. ഒരു തെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീടും അത്രേ. അടുത്ത തെറ്റ് ചെയ്യുമ്പോൾ വീണ്ടും അതാ വീടുന്നു. സഹോദര, തൗബയിൽ അങ്ങനെ തൗബയും അതുപോലെ നല്ല കാര്യങ്ങളും ഇല്ലെങ്കിൽ സഹോദര, നമ്മുടെ ഹൃദയം ആകെ കറുത്ത് മരീമസമാകും. അതാണ്. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് നമ്മൾ തൗബ ചെയ്ത് മടങ്ങണം, പശ്ചാത്തപിച്ച് മടങ്ങണം. ഒരു തെറ്റ് സംഭവിച്ചാൽ അള്ളാഹുവോട് പറയണം, കുറ്റബോധം വേണം. ഇതാണ് നസൂഹ തൗബ എന്ന് പറയും. ആത്മാർത്ഥമായി അല്ലാഹുവിനെ നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, റസൂൽപ്പെട്ടത് നബിയെ പടക്കുന്നതിന്റെ 4000 വർഷങ്ങൾക്ക് മുമ്പ് അർശിന്റെ ചുറ്റുഭാഗത്ത് അല്ലാഹു രേഖപ്പെടുത്തിയെന്ത്? وإني لغفار لمن تاب وآمن وعمل صالحا. ആദം നബിയെ പടക്കുന്നതിന്റെ وإني لغفار, തീർച്ചയായിട്ടും ഞാൻ അമിതമായി പൊറുക്കുന്നവനാണ്. ഗഫൂർ എന്നല്ല, ഗാഫിർ എന്നല്ല. ഗഫൂർ എന്ന് പറയുമ്പോഴും ഗഫാർ എന്ന് പറയുമ്പോഴും അർത്ഥം കൂടും.
ധാരാളം പൊറുക്കുന്നവൻ. അള്ളാഹു പറയുന്നു, തീർച്ചയായിട്ടും ഞാൻ വളരെ പെരുത്ത് പുറത്തു കൊടുക്കും. ആർക്ക്? ലിമൻ താബ വ ആമന വ അമില സാലിഹാ, സത്യത്തിൽ വിശ്വസിക്കുകയും സുഹൃതങ്ങൾ ചെയ്യുകയും ചെയ്ത അങ്ങനെയുള്ളവർ പശ്ചാത്തപിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ വന്ന തെറ്റുകൾ ഞാൻ പുറത്തു കൊടുക്കും. ഇത് ആദം നബിയെ പടക്കുന്നതിന്റെ 4000 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു താല രേഖപ്പെടുത്തിയെന്നാണ്. സഹോദരാ, നമ്മൾ ചിന്തിക്കണം. അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരുമെന്ന് അള്ളാഹു നമ്മൾ അറിയിക്കുന്നു. ഖുർആനിൽ വളരെ ശ്രദ്ധേയമായ ഒരായത്തുണ്ട്. ഈ വിഷയത്തിൽ വരുന്ന ഒരായത്ത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി. നമ്മുടെ ജീവിതത്തിൽ വരുന്ന തെറ്റുകൾ അള്ളാഹു പുറത്തു തരുമെന്ന് അള്ളാഹുവിന്റെ കൽപ്പന വന്നപ്പോ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി തലയിൽ മണ്ണ് വാരിയിട്ടൊരു സന്ദർഭമുണ്ട്. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി തലയിൽ മണ്ണ് വാരിയിട്ടു എന്ന് മാത്രമല്ല സഹോദര, അതോടുകൂടെ വല്ലാതെ കരഞ്ഞുപോയി. കടലിലും കരയിലുമുള്ള സകല ശൈത്വാന്മാരും വന്ന് ഇബ്ലീസിനെ സമാധാനിപ്പിച്ച ഒരു രംഗമുണ്ട്. അള്ളാന്റെ തിരുതർ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഏതായത്തറിയോ? ഖുർആനിൽ തത്തുല്യമായ ഒരായത്ത് വേറല്ല. അത് ഇപ്പൊ നമ്മൾ വിശദീകരിക്കുന്ന വിശുദ്ധ ഖുർആനിലെ സൂറത്ത് തഹരീമിലെ 8ാമത് വചനത്തിന്റെ വിശദീകരണത്തിൽ വരുന്ന ആലി ഇമ്രാൻ സൂറത്തിലെ ശ്രദ്ധേയമായ ഒരു ഭാഗമാണ്. ഞാൻ ആ ഭാഗം ഒന്ന് ഓതി കേൾപ്പിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും وجنة أرضها السماوات والأرض أعدت للمتقين الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس والله يحب المحسنين والذين إذا فعلوا فاحشة أو ظلموا أنفسهم ذكروا الله فاستغفروا لذنوبهم مغفرة من ربهم وجنات تجري من تحتها الأنهار خالدين فيها ونعم أجر العاملين. ആലുൽ ഇമ്രാനിലെ വളരെ ശ്രദ്ധേയമായ ഒരു ഭാഗമാണിത്. അള്ളാഹു പറയുന്നത്, വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള. എന്നിട്ട് അള്ളാഹു പറയുന്നു, വജന്നത്തിൻ, സ്വർഗത്തിലേക്കും. സ്വർഗം ലഭിക്കാനും നമ്മുടെ ദോഷങ്ങൾ പൊറുക്കാനും ഈ സ്വർഗം. അർളുഹസ് സമാവാ والأرض ആകാശങ്ങളുടെയും ഭൂമിയുടെയും വിശാലതയുള്ള സ്വർഗം. സ്വർഗം ഒരു ലോകമാണെന്ന് മനസ്സിലാക്കണം. അത് ആരാണ് മുത്തഖീങ്ങൾ? അവർക്ക് ചില അടയാളങ്ങൾ അല്ലാഹു പറയുന്നു. അല്ലദീന അടയാളം. പിന്നീട് അല്ലാഹു പറയുന്നത്, വൽ കാളിമീനൽ ഗൈദ, അവർ അവരുടെ ദേഷ്യത്തെ അടക്കി നിർത്താൻ കഴിയും അവർക്ക്. അവനാണല്ലോ വലിയ ആരോഗ്യവാൻ, ഗുസ്തിയിൽ ജയിക്കുന്നവനല്ല ശക്തൻ. അള്ളാന്റെ തിരുദൂതർ പറയുന്നത് ദേഷ്യം വരുമ്പോ പിടിച്ചു നിർത്തുന്നവനാണ്.
കോപം വരുന്ന സമയത്ത് പിടിച്ചു നിർത്താൻ കഴിയും. അവനാണ് ഏറ്റവും വലിയ ശക്തനെന്നാണ്. ഇവിടെയും അല്ലാഹു പറയുന്നത് ഒരു തഖ്വയുള്ള ആളുടെ അടയാളം, രണ്ടാമത്തെ അടയാളം ദേഷ്യത്തെ പിടിച്ചു നിർത്താൻ കഴിയും അവൻ. മൂന്നാമത്തത് വൽ ആഫീന അനിന്നാസ്, അവന് ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കുന്നവനാകും. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോ ജനങ്ങളിൽ നിന്ന് വല്ലതൊക്കെ വന്നാല് അതൊക്കെ വിട്ടുകൊടുക്കും, അതൊക്കെ മാപ്പ് ചെയ്തു കൊടുക്കും. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അല്ലാഹു മുഹ്സിനീങ്ങളെ ഇഷ്ടപ്പെടുന്നവനാകുന്നു. അല്ലാഹു നന്മ ചെയ്യുന്നവരെ വല്ലാതെ ഇഷ്ടപ്പെടുന്നവൻ. ഇനി കൊണ്ട് ശ്രദ്ധിച്ചോ, ഇനി അടുത്ത ആയത്താണ്. ഇനി ഓതാൻ പോകുന്ന ആയത്ത് കേട്ടിട്ടാണ് ഇബ്ലീസ് തലയിൽ മണ്ണ് വാരിട്ട്. സഹോദരാ, ഇബ്ലീസ് വല്ലാതെ അട്ടഹസിച്ചത് ഈ ആയത്ത് കേട്ടിട്ടാണ്. മുത്തഖിയായ ആളുകൾക്ക് അല്ലാഹു തആല സ്വർഗ്ഗം ഒരുക്കി വെച്ചിരിക്കുന്നു. ആരാണ് മുത്തഖി? ക്ഷാമത്തിലും ക്ഷേമത്തിലും അവർ ധർമ്മം ചെയ്യും, ദേഷ്യത്തെ അടക്കി നിർത്തും, ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കും. പിന്നെയോ വല്ലദീന ഇദാ ഫഅലൂ ഫാഹിഷ, എന്തെങ്കിലും ഒരു നീച പ്രവർത്തനം അവർ ചെയ്തു പോയാൽ, ഔ ളലമൂ അൻഫുസഹും, അല്ലെങ്കിൽ അവർ അവരുടെ സ്വന്തത്തെ അതിക്രമിച്ചു പോയാൽ, ദക്കറുല്ലാഹ്, അവർ അല്ലാഹുവിനെ സ്മരിക്കും. ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം, അവരെ ആ തെറ്റുകൾ പൊറുക്കപ്പെടാൻ അല്ലാഹുവിനോട് അവർ പൊറുക്കലിനെ തേടും. വമൻ യഗ്ഫിറുൽ ദുനൂബ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ദോഷം പൊറുക്കുന്നവർ ആരാണുള്ളത്? വലം യുസിറൂ അലാ മാ ഫഅലൂ, അവർ അറിഞ്ഞുകൊണ്ട് ആ തെറ്റിൽ ഒരിക്കലും ഉറച്ചു നിൽക്കില്ല. വഹും യഅലമൂൻ, അല്ലാഹു പറയുന്നു വലം യുസിറൂ അലാ മാ ഫഅലൂ വഹും യഅലമൂൻ, അവർ അറിഞ്ഞുകൊണ്ട് ആ തെറ്റിൽ ഒരിക്കലും ഉറച്ചു നിൽക്കില്ല. ഉലൈക ജസാഉഹും മഗ്ഫിറ, അവർക്കുള്ള പ്രതിഫലം മഗ്ഫിറത്താകുന്നു, അവർക്കുള്ള പ്രതിഫലം പാപമോചനമാകുന്നു. അവരുടെ ദോഷങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ്. അല്ലാഹു പറയുന്നത് ഉലൈക ജസാഉഹും മഗ്ഫിറത്തും മിർ റബ്ബിഹിം, അവർക്ക് അവരുടെ റബ്ബിൽ നിന്നുള്ള. ഇവിടെ അല്ലാഹു പറയുന്നത് എന്താ? അല്ലാഹു പറയുന്നത് ഒരു നീചം ചെയ്താൽ അവിടെ ഫാഹിഷത്ത് കൊണ്ടുള്ള ഉദ്ദേശം പ്രധാനമായിട്ടും വ്യഭിചാരം. എന്നാ ഒരാളിപ്പോ വ്യഭിചാരം സംഭവിച്ചു പോയാല് ഏതായിരുന്നാലും ഞാനിപ്പോ ഇങ്ങനെ ആയി, ഇനി ഇതേ രൂപത്തിൽ പോകട്ടെ എന്ന് ചിന്തിക്കാൻ പാടുണ്ടോ? ഇല്ല. ഒരാളോട് ഇനിയൊന്ന് നന്നാവണം എന്ന് പറഞ്ഞപ്പോ അയാൾ പറഞ്ഞെന്താ അറിയോ? എന്റെ കൂടെ കള്ളു കുടിച്ച ഒരാളുണ്ടായിരുന്നു, ഓ നേരത്തെ മരിച്ചുപോയി. ഞങ്ങള് ചെറുപ്പത്തിൽ ഒപ്പം പഠിച്ചതാണ്, ഞങ്ങള് ഒപ്പം കള്ളു കുടിച്ച് വളർന്നതാണ്. ഓ മരിച്ചുപോയി, ഓ എന്തായാലും നരകത്തില്. ഞാനിപ്പോ ഈ ലാസ്റ്റ് പിടിച്ച് നന്നായിട്ട് ഞാൻ മാത്രം സ്വർഗത്തിൽ പോകാന്നാൽ മോശമാണെന്ന് പള്ളിയിലെ ഉസ്താദും കമ്മിറ്റിക്കാരും എല്ലാ വീടുകളും കേറി പള്ളി വരണം, മറ്റേ ആളും മരിച്ചു. ഞാൻ എന്റെ അനുഭവത്തിലുള്ള ഒരു കേസ് പറഞ്ഞു. എത്രമാത്രം വലിയ വർത്താനാണ്. ഒരു സ്ഥലത്ത് ഖുർആൻ ക്ലാസ് നടക്കുന്ന ഒരു സ്ഥലത്ത് ഇതുപോലെ സംഘാടകർ എല്ലാ വീട്ടിലും കേറി ഇറങ്ങി ക്ഷണിച്ചപ്പോ അതിൽ ഒരാള് പറഞ്ഞത്, ഞങ്ങള് മോലിയന്മാർക്ക് ഞാൻ പറഞ്ഞിരുന്നോ എന്ന് ചോദിച്ചു. അപ്പൊ എന്താ ഇയാൾ പറയുന്നത് അത് മനസ്സിലായില്ല. ഇയാൾ ഇങ്ങോട്ട് ചോദിക്കാണ്, അള്ളാഹു സ്വർഗ്ഗമാണ്, അതിൽ കഴിഞ്ഞ വർത്താനം. മറ്റൊരാള് പള്ളിയിലെ ഒരു ഖാദിയോട് രാവിലെ ഒരു 7 മണിക്ക്, രാവിലെ ഒരു 10 മണിക്ക് ഉപദേശം തുടങ്ങിയിട്ട് 12:30 വരെ ഒരു റമദാനിക്ക് 2.5 മണിക്കൂർ ഉപദേശം കൊടുത്തു. ഒരക്ഷരം ഇങ്ങോട്ട് മിണ്ടാതെ 63 വയസ്സ് കഴിഞ്ഞ ഈ മനുഷ്യൻ. 63 ഞാൻ പറയാൻ കാരണം അയാളെ വയസ്സ് 63 കഴിഞ്ഞു, പ്രവാചകരുടെ വയസ്സ് 63ആണ്. ഒരു മനുഷ്യന് എത്രമാത്രം അള്ളാഹുലേക്ക് അടുക്കേണ്ട ടൈമാണ്. വിശുദ്ധ റമദാനിൽ പോലും വെള്ളിയാഴ്ച പോലും പള്ളി വരാത്ത ഇയാളെ പള്ളിയിലെ ഉസ്താദ് വിളിച്ചപ്പോ 2.5 മണിക്കൂർ ഇയാൾക്ക് ഉപദേശം കൊടുത്തപ്പോ ഉസ്താദ് മനസ്സിലാക്കി, ഇല്ല അൽഹംദുലില്ലാഹ് ഇവന് നല്ല യേശുന്നുണ്ട് ഇയാൾക്ക്, ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ പള്ളിയിൽ വരെ തുടങ്ങുന്നതായിരുന്നു. അവസാനം ലോഹർക്ക് വാങ്ങ് കൊടുത്തു. അതുവരെ ഉസ്താദ് ഒരു തുള്ളി വെള്ളം കുടിക്കാൻ പറ്റില്ല, റമദാനാണ്.
ശംഖ് പൊട്ടിച്ച് പറഞ്ഞു ഇയാൾ. അവസാനം ബാങ്ക് കൊടുത്തപ്പോ അതിന്റെ ദ്വായും കഴിഞ്ഞതിന് ശേഷം ഇയാളോട് പറഞ്ഞു, എന്നാ നമ്മള് പള്ളിയേക്കാണ് പോവുക. അപ്പ അയാൾ പ്രതികരിച്ചു. 2.5 മണിക്കൂർ മിണ്ടാതെ ഉസ്താദ് പറയുന്നതൊക്കെ കേട്ട ഈ വയസ്സൻ ഉസ്താദിനോട് പറഞ്ഞത്, പള്ളിയേക്ക് വിളിച്ചപ്പോ ഇയാൾ പറഞ്ഞത്, നിങ്ങൾ ഇതിനു വേണ്ടിയായിരുന്നു ഇപ്പൊ ഇതുവരെ പറഞ്ഞല്ലേ. എന്നിട്ട് പുറത്ത് ഉസ്താദിന്റെ പുറത്ത് കൊട്ടിയിട്ട് നിങ്ങൾ പോയി നിസ്കരിച്ചു. ലിയാക്ക് ചൂടായി. തഹിയ്യാത്തിൽ ഒളവും പറഞ്ഞ പോലെ 2.5 മണിക്കൂർ ഇടങ്ങാറായി പറഞ്ഞിട്ട് അവസാനം നല്ല മറുപടിയാ കിട്ടിയത്. അപ്പൊ പറഞ്ഞു, ഒന്നെ നമ്മൾ വിഷയം വിട്ടു, നരകൊക്കെ നിങ്ങളെന്നെ ഏറ്റെടുത്തോണ്ടിരുന്നു. ഇയാൾ ചിരിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ പിന്നെ നിങ്ങൾ ഈ പറയുന്ന നരകം അത് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. ഈ കുമ്പളങ്ങന്റെ കറി വീട്ടില് ഒരാഴ്ച കുമ്പളങ്ങന്റെ കറി തന്നെയാണെങ്കിൽ ഒരു മടുപ്പാണ്. പിന്നെ നിരന്തരം അതന്നെ ആവുമ്പോ അത് ശീലാവും. നിങ്ങൾ പറയുന്ന നരകം 1-2 ആഴ്ചക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെ തന്നെ സഹോദര 63 കഴിഞ്ഞ ആളിയാൾ പറഞ്ഞു. ഇത് പറഞ്ഞിട്ടിപ്പോ ഒരു 3-4 കൊല്ലായി. അതിൽ വിട്ടവർത്താന സഹോദര അല്ലാഹു പറയുന്നതോ ആരാണ് മുത്തഖി? വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ ഔ ളലമൂ അൻഫുസഹും സകറുല്ലാഹ് ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം. വല്ല നീചവൃത്തിയും അവരിൽ നിന്ന് സംഭവിച്ചാൽ, അല്ലെങ്കിൽ സ്വന്തത്തെ അവർ അതിക്രമിച്ചു. നീചവൃത്തി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വ്യഭിചാരാണ്. സ്വന്തത്തെ അതിക്രമിച്ചു എന്ന് പറഞ്ഞാൽ വ്യഭിചാരത്തിന്റെ താഴെ വരുന്ന തെറ്റുകൾ, അതല്ലെങ്കിൽ ഫാഹിഷത്തിൽ വൻദോഷങ്ങളും വിടും. അതിന്റെ ശേഷം പറയുന്ന ഔ ളലമൂ അൻഫുസഹും എന്ന് പറയുന്നതിൽ ചെറുതെറ്റുകളും വരും, ചെറിയ തെറ്റുകൾ. രണ്ടാണെങ്കിലും അല്ലാഹു തആല പറയുന്നത് മുത്തഖീങ്ങൾ എന്താ ചെയ്യാ? അവർ അല്ലാഹുവിനെ സ്മരിക്കും. ഞാൻ ഏതായാലും ഇങ്ങനെ പോകട്ടെ എന്ന് ചിന്തിക്കല്ല, മറിച്ച് എന്താണ് അവൻ ചിന്തിക്കുന്നത്? അല്ലാഹുവെ സംഭവിച്ചു പോയി, അഗാധമായ കുറ്റബോധം, വല്ലാത്ത കുറ്റബോധം. അതായത് നസൂഹായ തൗബണ്ടായി. അങ്ങനെ ആവണട്ടോ. ഇന്നലെ വ്യഭിചരിച്ചു, അല്ലെങ്കിൽ ഇന്ന് വ്യഭിചരിച്ചു, വ്യഭിചാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം തൗബ ചെയ്തു, നാളെ ഇനി വ്യഭിചരിച്ചു. അതുകൊണ്ട് കാര്യമില്ല. കാക്കത്തൗബ പോലെ നമ്മൾ പറയല്ലോ, അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഡിമാൻഡ് ബാധിക്കണം, നല്ല കുറ്റബോധം വേണം, പിന്നെ അതിലേക്ക് മടങ്ങരുത്, പരിപൂർണമായിട്ട് വിട്ടു നിൽക്കണം. എത്ര വലിയ തെറ്റും അള്ളാഹുവോട് ബന്ധപ്പെട്ടത്. നേരെ മറിച്ച് സഹോദര ജനങ്ങളോട് ബന്ധപ്പെട്ടതാണെങ്കിലോ അവിടെ നസൂഹായ തൗബ എന്ന് പറയുമ്പോൾ ആദ്യം പറഞ്ഞ 3 ഡിമാൻഡുകൾക്ക് പുറമെ ഒന്നുകൂടിയുണ്ട്. അതെന്താ? അവനോട് പൊറുക്കലിനെ തേടണം. നിബന്ധന 1, ഇനി ഞാൻ അവനെ മർദ്ദിക്കരുത്. 2, ഇനി ആ മർദ്ദിക്കുന്നതിൽ ഞാൻ വിട്ടുനിന്നു. 1. രണ്ടാമത്തത്, ഇനി ഒരിക്കലും അവനെ മർദ്ദിക്കില്ല എന്ന് പ്രതിജ്ഞ. മൂന്നാമത് എന്താ? ഇത് അള്ളാഹിനോട് ബന്ധപ്പെട്ട വിഷയമല്ല, ഒരു വ്യക്തിയോട് ബന്ധപ്പെട്ടതാണ്. അത് തീർക്കാനാണ് പ്രയാസം. അള്ളാഹുവോടുള്ള ഇടപാട് വേഗം തീർക്കാം. ഇനി അവനോട് എന്ത് ചെയ്യണം? മാപ്പി ചോദിക്കണം. അവന് പറയാണ്, ആ വർത്താനം പറഞ്ഞു വരണ്ട, അത് നമുക്ക് നാളെ അവിടുന്ന് കാണാം എന്ന് പറഞ്ഞാൽ ഒന്നും കൂടി ഇട്ട് പൊട്ടിക്കരുത്. അതവിടെ കിടന്നു. എന്ത് വർത്താനം നോക്കാൻ പറ്റുമോ? അവന്റെ അവകാശമാണത്. അതുകൊണ്ട് അവന്റെ അവകാശമായതുകൊണ്ട് അവൻ നമുക്ക് പുറത്തു തരിക എന്നുള്ളത് നമുക്ക് ഔദാര്യമാണ്. ഒച്ചപ്പാടുണ്ടാക്കിയിട്ട് കാര്യമില്ല. ആരും ദ്രോഹിക്കരുത്. സഹോദര ആളുകളുമായിട്ടുള്ള ഇടപാട്, ആ ഇടപാട് തീർക്കാനാണ് പ്രയാസം. അള്ളാഹുവിനായിട്ടുള്ള ഇടപാട് ഒരാൾ സുബഹിക്ക് തന്നെ ഇരുന്നിട്ട് വളരെ കണ്ണീരൊലിപ്പിച്ചാണ് പറഞ്ഞാൽ ഓക്കെ, ആത്മാർത്ഥക്കാണ് സ്ഥാനം. മനസ്സ് പൊട്ടിയിട്ട് റബ്ബിന്റെ മുന്നിൽ സമർപ്പിച്ചാൽ തീരാത്തൊരു പ്രശ്നമില്ല. നേരെ മറിച്ചോ മനുഷ്യരുമായിട്ടുള്ള ഇടപാട് അത് വിട്ടുകൊടുത്തിട്ടില്ലെങ്കിൽ കുടുംബം, നമ്മൾ മയ്യത്ത് വെച്ച് പറയും പള്ളിയിൽ ഇഹ്റാബിന്റെ അടുത്തുള്ള ജനാസ, അദ്ദേഹത്തിന് വേണ്ടി ദ്വാരക്കും നമ്മൾ പറയുന്നത് വാക്ക് സംബന്ധമായിട്ട് വല്ലതുണ്ടെങ്കിൽ നിങ്ങൾ പൊറുക്കണം. സാമ്പത്തികമായിട്ട് വല്ലതുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മൂത്ത മകനെ കാണണമെന്നൊക്കെ പറയും. ഒന്നാം സ്വപ്നം ചിലരൊക്കെ വിചാരിക്കും അവൻ തരാനുള്ള പൈസ തന്നാൽ മതിയായിരുന്നു, മൂത്ത മകനെ, ഓ വലിയ വളവനായിരിക്കും, എന്നിട്ടല്ലേ വാപ്പാന്റെ
പിന്നെ ആർക്കും മിണ്ടാൻ പറ്റാത്തോണ്ട് ആരും മിണ്ടൂല സഹോദര. വാക്ക് സംബന്ധമായിട്ട് വല്ലതും ഉണ്ടെങ്കിൽ പൊറുക്കണം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒന്നാം സഫിൽ നിന്നിട്ട് ഒരാൾ വിചാരിക്കുന്നുണ്ടാവും പൊറുക്കുന്നവർ പുറത്തോട്ടെ, ഉസ്താദിന് പറഞ്ഞാൽ മതി, ഞാൻ പൊറുക്കൂല. എന്നെ അതിന് മാത്രം വാക്ക് കൊണ്ട് വേദനിപ്പിച്ചതാ. ഈ വാക്ക് എന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധിക്കണം. വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ, കുത്തവാക്ക് പറയുന്ന ആക്ഷേപിക്കുന്ന മുഴുവൻ ആളുകൾക്കും വമ്പിച്ച നാശം. ഞാൻ പറഞ്ഞില്ലേ, കുത്തുവാക്ക് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ചാടിക്കഴിഞ്ഞ പ്രശ്നം. വാളുകൊണ്ട് സഹോദര, മൂർച്ചേറിയ ആയുധം കൊണ്ടുള്ള വെട്ട്, ഒരുപക്ഷെ ആ മുറിവ് മാറിയിട്ട് ആ വെട്ടിന്റെ അടയാളം തന്നെ പോകാൻ സാധ്യതയുണ്ട്. സാവകാശം. നാവ് കൊണ്ടുള്ള വെട്ട് ചിലപ്പോ പോകില്ല, അവൻ പതിഞ്ഞു കിടക്കും കല്ലിലെഴുതിയതുപോലെ. പരമാവധി അങ്ങനെ ബാധ്യത ഇല്ലാതിരിക്കാൻ, ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അഥവാ സംഭവിച്ചാലോ അവിടെ പിന്നെ നമ്മൾ എന്ത് ചെയ്യണ്ട, എന്ത് വിചാരിക്കാൻ പാടില്ല, അവിടെ ഒരു ഈഗോ ഉണ്ടാകാൻ പാടില്ല. വളരെ ആത്മാർത്ഥമായിട്ട് ചെന്നിട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് പറയണം, പൊറുക്കണം, എന്നൊക്കെ സംഭവിച്ചു. മടി കരുതാൻ പാടില്ല ആരോടും. ഇതാണ് നസൂഹായ തൗബ എന്ന് പറയുന്നത്. ഏതായിരുന്നാലും സഹോദര, മുത്തഖിയുടെ അടയാളം പറയുന്നത് വൻദോഷം സംഭവിച്ചു അവനിൽ നിന്ന്, അല്ലെങ്കിൽ ചെറുദോഷം സംഭവിച്ചു, ഏതാണെങ്കിലും അവൻ അവൻ അള്ളാഹുവിനെ ഓർത്തു. ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം, അവർ അവരുടെ തെറ്റുകൾക്ക് അള്ളാഹുവോട് പൊറുക്കലിനെ തേടി. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അള്ളാഹുവല്ലാതെ ദോഷം പൊറുക്കുന്നവൻ വേറെ ആരാണ്? വലം യുസിറു അലാ മാ ഫഅലു, അല്ലാഹു പറയുന്നു വലം യുസിറു അലാ മാ ഫഅലു വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ, അറിഞ്ഞുകൊണ്ട് അവര് ആ തെറ്റിൽ ഉറച്ചു നിന്നില്ല. അറിഞ്ഞുകൊണ്ട് അവര് ആ തെറ്റിൽ ഉറച്ചു നിന്നില്ല. ഈ ആയത്തിന് ഒരുപാട് വിശദീകരണങ്ങൾ കാണാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് അത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് അവർ ആ തെറ്റിൽ ഉറച്ചു നിന്നില്ല. അങ്ങനെ വേണ്ട, ഒരു കാര്യം തെറ്റാണെന്ന് അറിഞ്ഞാൽ പിന്നെ ആ തെറ്റിൽ ഉറച്ചു നിൽക്കാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്ന അങ്ങനെയാണ്. അല്ലെങ്കിൽ ആ തെറ്റിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളത് വളരെയധികം പ്രയാസമുണ്ടാക്കുമെന്ന് അറിയുന്നവരാണവർ. അല്ലെങ്കിലോ പൊറുക്കലിനെ തേടിയാൽ അള്ളാഹു പൊറുത്തു തരുമെന്ന് അറിയുന്നവരാണവർ. അറിയാന്ന് പറഞ്ഞാൽ പല രീതിയിലുമാകാം. ചെയ്യുന്നത് തെറ്റാണെന്നറിയാം, മാത്രമല്ല ആ ചെയ്യുന്നതൊരു മഹാ തെറ്റാണ് എന്നതിന്റെ പുറമെ ആ തെറ്റിൽ ഉറച്ചു നിൽക്കുന്നത് അത് വലിയ പ്രശ്നമുണ്ടാക്കുമെന്ന് അവനിക്കറിയാം. അതുപോലെ അള്ളാഹുവോട് പൊറുക്കലിനെ തേടിയാലോ എത്ര വലുതും അള്ളാഹു പൊറുത്തു കൊടുക്കുമെന്നുള്ള വിവരവും അവനിക്കറിയാം. എന്നിട്ടും അവൻ ആ തെറ്റിൽ ഉറച്ചു നിൽക്കരുത്. അങ്ങനെയുള്ള മുത്തഖിയായ ആള് അവനിക്ക് അള്ളാഹു മഗ്ഫിറത്ത് പ്രദാനം നൽകും, മാത്രമല്ല സ്വർഗവും നൽകുന്നതാണെന്ന്. എത്ര ആയത്തുകൾ ഖുർആനിൽ ഇങ്ങനെയുണ്ട്. അതുകൊണ്ട് സഹോദര, അള്ളാഹുവാണ് പുറത്തു തരുന്നവൻ. അള്ളാഹു നമ്മുടെ പാപങ്ങൾ പൊറുക്കും. അതുകൊണ്ടാണല്ലോ യാത്രക്കാരായ ആളുകൾ യാത്ര പോകുന്ന സമയത്ത് ചൊല്ലാനുള്ളത് ചൊല്ലിയിട്ട് അവസാനം ചൊല്ലുന്നത് എന്താ? ഒരു വാഹനത്തിൽ നമ്മൾ കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഹദീസിൽ കാണാം, അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനെ അള്ളാന്റെ തിരുദർ കാണിച്ചു കൊടുത്തു, പ്രാക്ടിക്കലായിട്ട് കാണിച്ചു കൊടുത്തു. വാഹനത്തിൽ കയറിയ ഒരാള് വാഹനത്തിൽ കയറി ഇരുന്നാൽ എന്താ ചൊല്ല? സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. സൂറത്ത് സുഖ്റുഫിലെ ആയത്താണ്. ഇതാണ് ഓതേണ്ടത്. ഈ വാഹനത്തെ നമുക്ക് കീഴ്പ്പെടുത്തി തന്ന അള്ളാഹുവിനെ പരിശുദ്ധനാക്കുന്നു. ശരിയല്ലേ? ആദ്യകാലത്ത് ഒട്ടകങ്ങളും അതുപോലെ തന്നെ കുതിരകളും കഴുതകളും ആയിരുന്നു. കടലിലൂടെയാണെങ്കിൽ പായക്കപ്പൽ. ഇന്നങ്ങനല്ല. ഇന്ന് ഇരുമ്പിന് ജീവൻ വെക്കപ്പെട്ടതുപോലെയാണ്. അതിന്റെ ബ്രേക്ക് സിസ്റ്റം ആലോചിച്ച് നോക്കും. ഒരൽപ്പം പാളിപ്പോയാൽ മഹാ ദുരന്തമാകും. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അപ്പൊ ഇന്ന് എത്ര നമ്മള് ഗൗരവത്തോടുകൂടെ ഇത് ചൊല്ലണം. ഈ വിഷയത്തിൽ എത്ര ജാഗ്രത വേണം നമുക്ക്? വളരെയധികം നമ്മൾ കണക്കിലെടുക്കണം. ഇത് ചൊല്ലിയിട്ട് പിന്നെ ചെല്ലുന്ന എന്താ? അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലാ ഇന്നി ളലംതു നഫ്സി ഫഗ്ഫിർ ലീ ഫഇന്നഹു ലാ യഗ്ഫിറുൽ ദുനൂബ ഇല്ലാ അൻത. അല്ലാഹുവിന്റെ തിരുദൂതർ ഇത് ചൊല്ലിയതിന്റെ ശേഷം ചിരിച്ചു. എന്താ കാരണം എന്നറിയോ? യാത്രക്കാരൻ ലാസ്റ്റ് പറയുന്നത് എന്താ? അൽഹംദുലില്ലാഹ്,
സർവസ്തോത്രങ്ങളും അല്ലാഹുവിനിക്കാണ്. 3 പ്രാവശ്യം. അല്ലാഹു അക്ബർ, അല്ലാഹു ഏറ്റവും വലിയവനാണ്, അത് 3 പ്രാവശ്യം. ലാ ഇലാഹ ഇല്ലാ അല്ലാഹുവേ നീയല്ലാതെ വേറെ ആരാധ്യനില്ല, നീയല്ലാതെ വേറെ ആരാധ്യനില്ല. ഇന്നി ളലംതു നഫ്സി, ഞാൻ എന്റെ സ്വന്തത്തോട് അതിക്രമം കാണിച്ചു, അതായത് തെറ്റുകൾ സംഭവിച്ചു. അതുകൊണ്ട് ഫഗ്ഫിർലി, യാത്രക്കാരൻ ചൊല്ലുന്നു ഫഗ്ഫിർലി, എന്നോട് പൊറുക്ക, നീയല്ലാതെ ദോഷം പൊറുക്കുന്ന ഒരാളുമില്ല. ഈ സമയത്ത് അള്ളാഹു പറയും അത്ര, ഇന്നാലിന്ന യാത്രക്കാരൻ ഞാൻ മാത്രമാണ് ദോഷം പൊറുക്കുന്നവൻ എന്ന് സമ്മതിച്ചിരിക്കുന്നു, അതുകൊണ്ട് അവന്റെ പാപങ്ങളൊക്കെ ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് അള്ളാഹു പ്രതികരിക്കും. ഇത് ആലോചിച്ചുകൊണ്ടാണ് അള്ളാന്റെ തിരുദൂതർ ചിരിച്ചത്. ചൊല്ലാനുള്ളതാണ് ചൊല്ലിയാൽ സമ്മതിക്കാണ്, ഇത് മാത്രം റബ്ബേ ദോഷം പൊറുക്കുന്നവനാണ്. പരിശുദ്ധ ഖുർആനില് ആലു ഇമ്രാൻ സൂറത്തിൽ പറഞ്ഞത് അങ്ങനെയുള്ളോ? ഒരു മുത്തഖിയായ ആള് അവിടെ പുറത്തോടും അല്ലാഹു അല്ലാതെ ദോഷം പൊറുക്കുന്നവൻ വേറെ ആരാ? നമ്മൾ ഒരാളൊരു കാര്യം ഏൽപ്പിക്കുമ്പോ, ഒരു കാര്യം ശരിയാക്കാൻ വേണ്ടി ഒരു ഉദ്യോഗസ്ഥനെ നമ്മൾ ഏൽപ്പിക്കണം. നമുക്ക് പരിചയമുള്ളൊരു ഉദ്യോഗസ്ഥനെ ഏൽപ്പിക്കാം. ആ ഉദ്യോഗസ്ഥനോട് പിന്നെ ഇയാൾ പറയാണ്, ഈ വിഷയത്തിൽ ഞാൻ ഇനി വേറെ ആരെയെങ്കിലും ബന്ധപ്പെടണോ എന്ന് പറഞ്ഞാൽ ആ ഉദ്യോഗസ്ഥൻ ചിലപ്പോൾ പറയും വേണ്ട. അതായത് പിന്നെ അയാൾക്കൊരു വാശിയാണ്. എന്താ കാരണം? അയാള് ആശ്രയിക്കുന്നത് ഇയാളെ മാത്രമെന്ന് മനസ്സിലായി. മാത്രമല്ല ഇയാൾ ചിലപ്പോൾ പറയണം ആ ഉദ്യോഗസ്ഥനോട്, ഞാൻ ഈ വിഷയത്തിൽ നീ വേറെ ആരെയും സമീപിക്കുന്നില്ല, ഇത് നിങ്ങൾ ശരിയാക്കി തരണം, ഞാൻ ഇനി വേറെ ഒരു വാതിലും ഈ വിഷയത്തിൽ മുട്ടില്ല എന്ന് പറഞ്ഞാൽ സഹോദര അയാൾക്കൊരു അഭിമാന പ്രശ്നമാണ്. അതുകൊണ്ട് അതെന്തായിരുന്നാലും ശരിയാക്കാനുള്ള എല്ലാ വഴികളും അയാൾ സ്വീകരിക്കും, കഴിവിന്റെ പരമാവധി മാക്സിമം അയാൾ നോക്കും. എങ്കിൽ സഹോദര, സർവശക്തനായ അള്ളാഹുവിന്റെ മുന്നിൽ നമ്മൾ സമ്മതിക്കുന്നതിനാഥാ നീയല്ലാതെ ദോഷം പൊറുക്കുന്നവനില്ല. അതുകൊണ്ട് നമ്മൾ നിരാശപ്പെടരുത്. നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും പടച്ചവനോട് പറയാം, പടച്ചവൻ പുറത്ത്. അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്, പലതും നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, വിശദീകരിച്ചതാണ്. അങ്ങനെ തൗബ ചെയ്ത് മടങ്ങിയ ഒരാളെ നീ ആദ്യം എങ്ങനെയായിരുന്നു എന്നൊന്നും പറയാനെന്തില്ല, അധികാരമല്ല. ഇപ്പോ ചെറുപ്പകാലത്ത് ചിലപ്പോ കള്ളു കുടിച്ച ഒരാള്, അയാളിപ്പോ നന്നായി ഒരൊറ്റ ജമാഅത്ത് ഒഴിവാക്കാത്ത ആളായിരുന്നു. ഇനി അയാളെങ്ങാനും വേറെ ഒരാളോട് എടാ സ്വപ്പൊന്ന് ശരിയാക്കി മടമ്പൊപ്പി, അപ്പൊ മറ്റോ ഇയാളെ മുഖത്തേക്ക് ഒരു നോട്ടം ഉണ്ടാവും. ആ നോട്ടത്തിന്റെ അർത്ഥം എന്താ? നിങ്ങളിപ്പോ എന്നെ സ്വപ്പ് ശരിയാക്കാൻ തുടങ്ങിയത്? എനിക്കറിയാം നിങ്ങളെ അവസ്ഥ എങ്ങനെയാണ്. പാടില്ല. എന്താ കാരണം? അങ്ങനെങ്ങാനും പറഞ്ഞു പോയാലോ? അയാള് കള്ളു പൊറിച്ചതും മറ്റും അള്ള പുറത്തു കൊടുത്തിട്ടുണ്ടാവും, ഇയാള് പറഞ്ഞത് നീ അയാള് പൊറുക്കാതെ അള്ള പൊറുക്കൂല. അത്ര ബുദ്ധിമുട്ടാതെ പല സ്ഥലങ്ങളിലുള്ള അവസ്ഥ. ആരെങ്കിലും എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തത്, പൊതുവെ ആളുകളുടെ സ്വഭാവം തന്നെ ഒരു തെറ്റ് സംഭവിച്ചാൽ അത് കൊട്ടിപ്പാടി നടക്കുക എന്നുള്ളതാണ്. സഹോദര, ഒരാളുടെ ന്യൂനത നമ്മൾ മറച്ചു വെച്ചാൽ നമ്മുടെ ന്യൂനത അള്ളാഹു മറച്ചു വെക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാളിൽ നിന്ന് എന്തെങ്കിലും ന്യൂനത വന്നാല് നമ്മൾ അത് പരമാവധി വേറുള്ളവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് അയാളെ പരമാവധി എരപ്പാക്കാനല്ല ശ്രമിക്കണം. അങ്ങനെ ശ്രമിക്കുന്നവരൊക്കെ കൊടുക്കും. നേരെ മറിച്ചോ, നമ്മൾ എന്തിനത് പറയണം, പോട്ടെ. എന്നാൽ നമുക്കൊരുപാട് പോരായ്മകൾ ഉണ്ടാവും, അത് അള്ളാഹു നാളെ മറച്ചു. മഹ്ശറിലുണ്ടൊരു വഷളാക്കൽ, അവിടെ നമ്മൾ രക്ഷപ്പെടും. സഹോദര, മഹ്ശറിലേക്ക് ഒരു ടീം വരുമ്പോ പന്നിയുടെ രൂപത്തിൽ വരുന്നു. ശ്രദ്ധരല്ലേ, ദുന്യാവില് ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണത്. സഹോദര ശവം തിന്നുകൊണ്ട് ഒരു കൂട്ടരത ഒരു സംഘം ആളുകൾ മഹ്ശറിലേക്ക് വരുന്നു. ചീഞ്ഞ ശവം, അതിങ്ങനെ രൂക്ഷമായ ദുർഗന്ധം വമിക്കുന്നത് കടിച്ച് വലിച്ചു തിന്നു വരിക. ദുന്യാവിന്ന് പലിശ തിന്നോ അങ്ങനെ വരിക, ഹറാമ് തിന്നോ. നല്ലത് തിന്നാണ്ടായിട്ട് ഹറാമ് സ്വീകരിച്ചോനെ. ഓരോ രൂപത്തിൽ ഓരോ കൂട്ടരും വരും. കണ്ണ് പുറത്തേക്ക് കൊമ്പ് പോലെ തള്ളി, നാവ് നീണ്ടുവന്ന്, നാവ് ചുണ്ടുകൾ നെഞ്ചിലേക്കും നാവ് കാലിന്റെ തൊടയിലേക്ക് നീണ്ടുവരും. അപ്പൊ അവരിങ്ങനെ വരുമ്പോ തന്നെ അറിയാം, ഓ വഷളത്തരാണത്. അല്ലാഹു തആല നമ്മളെ കാക്കാൻ ഏറ്റവും നല്ലൊരു വഴിയാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഒരാളുടെ ന്യൂനത മറച്ചു വെക്കുക. ദുന്യാവിൽ ഒരാളുടെ ന്യൂനത നമ്മൾ മറച്ചു വെച്ചാൽ പരലോകത്ത് നമ്മുടെ ന്യൂനത അള്ളാഹു മറച്ചു വെക്കും, യാതൊരു സംശയവുമില്ല.
എന്തായിരുന്നാലും സഹോദര, അല്ലാഹു തആല ഈ ആയത്തിലൂടെ നമ്മോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ശരിയായ രൂപത്തിൽ നസൂഹായ തൗബ ചെയ്തോളൂ. ഇനി തഹരീം സൂറത്തിലേക്ക് തന്നെ വരും. യാ അയ്യുഹല്ലദീന ആമനു തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹാ. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ വളരെ വ്യക്തമായിട്ട് പറയണം, നിങ്ങൾ അല്ലാഹുവിലേക്ക് നസൂഹായ തൗബ ചെയ്തോളൂ. അല്ലാഹുവിലേക്ക് നസൂഹായ തൗബ ചെയ്തോളൂ, ആത്മാർത്ഥമായ തൗബ. വളരെ വ്യക്തമായിട്ട് അല്ലാഹു പറയും നസൂഹായ തൗബ. അല്ലാഹുവോട് കൂടുതൽ നമ്മൾ ആത്മാർത്ഥത ഉണ്ടായാൽ മതി, നമുക്ക് ആത്മാർത്ഥത ഉണ്ടായാൽ മതി എന്ന നമ്മുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹു എന്ത് ചെയ്യും. ചെറിയ സൂചന കൊടുത്തപ്പോഴേക്ക് സംഗതി ശരിയായി. നമ്മളെ മനസ്സിൽ അള്ളാഹുവിനിക്കും ഇതുപോലെ തന്നെയാണ്. നമ്മുടെ മനസ്സ് അള്ളാഹ്ക്കറിയാം, നമ്മുടെ മനസ്സും അള്ളാഹുവിനിക്കറിയാം. കുറെ സമയമൊന്നും വേണമെന്നില്ല. കബീറിനെന്ന് വിളിച്ചിട്ടുള്ളൂ, അവന് മനസ്സിലായി ഇത് സംഗതി ചെറിയൊരു പ്രശ്നമുണ്ട്. അതിന്റെ ഡോക്ടറാണ്. കബീറിന്റെ കുട്ടിക്ക് ചെറിയൊരു അസുഖമുണ്ട്. നമ്മളെല്ലാവരും ദുആ ചെയ്യണം. തിരുവനന്തപുരത്താണ്, വലിയ പ്രശ്നമൊന്നുമല്ല, എന്നാലും ഒരു സംസാരത്തിന് ചെറിയൊരു പ്രയാസം ഉണ്ടായതുകൊണ്ട് എല്ലാവരും ദ്വാരക്കണം. അല്ലാഹു തആല ആ കുട്ടിയുടെ പ്രയാസങ്ങളൊക്കെ തീർത്ത് സ്ഫുടമായ രൂപത്തിൽ സംസാരിക്കാനുള്ളൊരു കഴിവ് അല്ലാഹു നൽകുമാറാവട്ടെ. നമ്മുടെയൊക്കെ കുട്ടികൾ ഇങ്ങനെ തമാശ പറയുമ്പോൾ അല്ലേ, നമ്മളിത് അറിയില്ല. കുട്ടികളുടെ വർത്താനൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ ഭയങ്കര വർത്താനം പറയും കുട്ടികൾ. നമ്മൾ ചിലപ്പോൾ അവരെ ചീത്ത പറയും. കുട്ടികളാകുമ്പോൾ പോലെ പണിയെടുക്കും. അവർ പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ പിന്നെ അതിന്റെ പിന്നാലെ നടക്കണ്ടേ. അള്ളാഹു നമ്മുടെ ആ കുട്ടിയുടെ ആ അസുഖം അള്ളാഹു തആല ഭേദമാക്കി കൊടുക്കുമാറാവട്ടെ. സംസാരശേഷി പരിപൂർണമായിട്ട് അള്ളാഹു നൽകുമാറാവട്ടെ. എന്തായിരുന്നാലും നോക്കൂ, ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നീട് പറയുന്ന എന്താ, ഏത് ദിവസമാണ് അള്ളാഹു സ്വർഗത്തിൽ കടത്തുക? അതാണ് തുടർന്ന് അള്ളാഹു പറയുന്നത് യൗമ ലാ യുഖ്സില്ലാഹുൻ നബി. തഹ്രീം സൂറത്തിലെ 8-ാമത് വചനം അതിന്റെ ബാക്കിയാണത്. അല്ലാഹു നബിയെ ഒരിക്കലും അപമാനിക്കാത്ത ദിവസമാണത്. വല്ലദീന ആമനൂ, സത്യവിശ്വാസികളെയും ഏത് സത്യവിശ്വാസികൾ? വല്ലദീന ആമനൂ ആ നബിയുടെ ആ പുണ്യ നബിയുടെ കൂടെ നമ്മൾ നിൽക്കണം. സുബ്ഹാനല്ലാഹ്. അള്ളാന്റെ തിരുദൂതരുടെ കൂടെ മഹ്ശറയിൽ പക്ഷം ചേരാൻ 3 സൂറത്തുകൾ പ്രത്യേകം ഓതണം. നമ്മുടെ ഖുർആന്റെ അവസാന ഭാഗത്തിലുള്ള ഇൻഫിത്താർ, തക്വീർ, അതുപോലെ തന്നെ ഇൻഷിഖാഖ്. ഈ 3 സൂറത്തുകൾ ഒരാൾ പതിവാക്കി ഓതിയാൽ മഹ്ശറയിൽ അള്ളാഹുവിന്റെ തിരുദൂതരോട് പക്ഷം ചേരാൻ അവസരം ലഭിക്കുമെന്നാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. എത്ര മിനിറ്റുകൾ മതി ആ 3 സൂറത്ത് ഓതാൻ? ചെറിയ സൂറത്ത്, ഖുർആന്റെ ഏകദേശം അവസാന ഭാഗത്ത്. ഇൻഫിത്താർ സൂറത്ത്, ഇൻഷിഖാഖ് സൂറത്ത്, സൂറത്ത് തക്വീർ. സഹോദര, മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട്, ഹദീസിലുണ്ട്, ആ 3 സൂറത്തുകൾ പതിവാക്കി ഓതിയാല് ചില കാര്യങ്ങൾ സ്വലാത്തിനെ അധികരിപ്പിക്കുമ്പോൾ നമ്മൾ നബിയെ സ്വപ്നം കാണും. എന്നതുപോലെ നാളെ മഹ്ശറയിൽ നബിയോട് ഒപ്പം നിൽക്കാനുള്ള അവസരം. നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യല്ലാതെ വേറെന്ത് ചെയ്യും? 1400 കൊല്ലം മുമ്പ് പുണ്യ നബിയോട് കൂടെ നമ്മൾ ജീവിച്ചിരുന്നെങ്കിൽ നമുക്ക് പലതും ചെയ്യാമായിരുന്നു. ആ റസൂലിനെ ഒന്ന് ആലിംഗനം ചെയ്യാമായിരുന്നു. എന്നാൽ നമുക്ക് നബിയോട് കൂടെ നിൽക്കാനുള്ള അവസരം കിട്ടുമായിരുന്നു. നമുക്കതിനൊന്നും കഴിയില്ല. മദീനി പോകാനും ദുആ ചെയ്യാനും ഇവിടുന്ന് സ്വലാത്ത് ചെല്ലാനും സലാം ചെല്ലാനൊക്കെ പറ്റും. ഇങ്ങനെയുള്ളത് ചെയ്യണം. അള്ളാഹു പറയുന്നു, നോക്കൂ, ഏതാണ് തൗബ ചെയ്ത ആളുകളുടെ ദോഷങ്ങൾ അള്ളാഹു പുറത്തു കൊടുത്തോലെ സ്വർഗത്തിൽ കടത്തുന്ന ദിവസം ഏതാ? അള്ളാഹു പറയുന്നു യൗമ ലാ യുഖ്സില്ലാഹുൻ നബിയ്യ വല്ലദീന ആമനൂ മഅഹ്. അള്ളാന്റെ തിരുദൂതരെയും നബിയെയും ആ നബിയോടുകൂടെ വിശ്വസിച്ചവരെയും ഒരിക്കലും അപമാനിക്കാത്ത ദിവസമാണത് എന്ന് മാത്രമല്ല, നൂറുഹും യസ്ആ ബൈന ഐദീഹിം വബിഐമാനിഹിം, അവരെ മുന്നിലും അതുപോലെ വലതുഭാഗത്തും പ്രകാശമുണ്ടാകും. യഖൂലൂന, അവർ പറയുകയും ചെയ്യുമെന്ത്? റബ്ബനാ അത്മിം ലനാ നൂറനാ ഫഗ്ഫിർ ലനാ.
നാഥാ ഞങ്ങളുടെ പ്രകാശത്തെ ഞങ്ങൾക്ക് പൂർണ്ണമാക്കി തരയണമേ, ഞങ്ങളോട് നീ പൊറുക്കുകയും ചെയ്യണമേ. സഹോദര, പരലോകത്ത് നമുക്കൊരു പ്രകാശമുണ്ട്. മഹ്ശറയിൽ നമുക്ക് പ്രകാശം തരും. സിറാത്ത് പാലം കടക്കുമ്പോൾ ഒരു പ്രകാശം തരും. ആ പ്രകാശത്തിന് വേണ്ട ചില പ്രധാനപ്പെട്ട സംഗതികളുണ്ട്. ആ സംഗതികളൊക്കെ സഹോദരങ്ങളെ നമ്മൾ ചെയ്യണം. ആ സംഗതികളൊക്കെ നമ്മൾ ചെയ്യണം. ഏതാണത്? അതിൽ പ്രധാനമായിട്ടും ആ പ്രകാശം കിട്ടാൻ വരുന്നത് ഏതാ? ഒന്ന്, അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് രാത്രി സമയത്ത് പോകണം. ശ്രദ്ധിച്ചോളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, അള്ളാന്റെ തിരുദൂതർ പറഞ്ഞു എന്താണ്? പള്ളിയിലേക്ക് രാത്രി സമയത്ത് ഒരാൾ പോകുന്നുവെങ്കിൽ അവനിക്ക് നാളെ പരിപൂർണമായ ഖിയാമത്ത് നാളിൽ പരിപൂർണമായ പ്രകാശം ലഭിക്കുമെന്ന് സന്തോഷവാർത്ത അറിയിച്ചോളൂ എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇരുട്ടത്ത് പള്ളി പോയാലേ പരലോകത്ത് അവിടെയാണ് വലിയ ഇരുട്ട് വരാൻ പോകുന്നത്. അവിടെ അള്ളാഹു പരിപൂർണമായ പ്രതിഫലം നൽകും. ഇവിടെയും പറയുന്നെന്താ? ഞങ്ങൾക്ക് പ്രകാശത്തെ പൂർത്തിയാക്കി തരയണമേ എന്ന് മോമിനീങ്ങൾ ദുആ ചെയ്യും. റബ്ബനാ അത്മിം ലനാ നൂറനാ, നാഥാ ഞങ്ങളുടെ പ്രകാശത്തെ ഞങ്ങൾക്ക് നീ പൂർത്തിയാക്കി തരയണമേ, ഞങ്ങളുടെ പ്രകാശം പൂർത്തിയാക്കി തരയണമേ. ആ പ്രകാശം ലഭിക്കാൻ വേണ്ട ഒന്നാണ് സഹോദര പള്ളിയിലേക്ക് നമ്മൾ പോവുക. പള്ളിയെ എപ്പോഴും പള്ളിയോട് ബന്ധപ്പെടുന്നവർക്ക് ഈമാൻ എന്നുള്ള കാര്യം ഉറപ്പിച്ചോളൂ എന്ന് ഹദീസിലുണ്ട്. പകൽ സമയത്ത് പോകുന്നു, രാത്രി സമയത്ത് പോകുന്നൊക്കെ ഭയങ്കര കൂലിയുള്ള കാര്യം. അതേ സമയത്ത് ഇശാക്ക് നമ്മൾ വരികയാണ്, സുബഹിക്ക് നമ്മൾ വരികയാണ്. ഇരുട്ട് വരുന്ന സന്ദർഭത്തിൽ സഹോദര നമ്മൾ പള്ളിയിലേക്ക് വരുമ്പോ ആ ഇരുട്ടിനെ അവഗണിച്ചുകൊണ്ട് നമ്മൾ വരുമ്പോ അതിന് പകരം നാളെ പരലോകത്ത് നമുക്ക് പ്രകാശം ലഭിക്കും. നമ്മൾ ഈ ആയത്തുകളുടെ വരികൾക്കിടയിലൂടെ അങ്ങനെ അർത്ഥം വെച്ച് പോയാൽ പോലെ സഹോദര ആഴത്തിലേക്ക് അതിലേക്ക് നമ്മൾ ഇറങ്ങിപ്പോയാൽ ഒരുപാട് വിശദീകരണങ്ങൾ കാണാം. സൂറത്തു തഹരീമിൽ അല്ലാഹു പറയുന്ന ഈ പ്രകാശം ലഭിക്കാൻ മഹാന്മാര് വിശദീകരിക്കുന്നുണ്ട്. അള്ളാന്റെ തിരുദൂതർ പറഞ്ഞ മറ്റൊരു സംഗതി വുളൂഇനെ പരിപൂർണമാക്കലാകുന്നു. എന്തുകൊണ്ട്? റസൂലുള്ളാഹി തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, ഇന്ന ഉമ്മത്തി യുദ്ഉന യൗമൽ ഖിയാമത്തി ഗുർറം മുഹജ്ജലീൻ മിൻ ആസാരിൽ വുളൂ. അള്ളാന്റെ തിരുദൂതർ പറയുന്നത് എന്താ? എന്റെ ഉമ്മത്തിനെ ഖിയാമത്ത് നാളിൽ മുഖവും കൈകാലുകളും വെളുത്തവരെ എന്ന് വിളിക്കപ്പെടുന്നതാകുന്നു. എന്തേ കാരണം? അവരുടെ ആ വുളൂ കാരണമാകുന്നു. അത് വുളൂഇനെ പൂർത്തിയാക്കിയെടുക്കണം. വുളൂഇനെ പൂർത്തിയാക്കാൻ അപ്പൊ നിസ്കാരം ശരിയാകാനും മുട്ട് ഉൾപ്പെടെ കഴുകലാണ് നിർബന്ധം. ആ മുട്ട് ഉൾപ്പെടെ കഴുകിയാൽ പോരാ, കുറച്ചുകൂടി മേലേക്ക് കഴുകുക സുന്നത്താണ്. പ്രത്യേകിച്ച് സഹോദര തണുപ്പുള്ള സമയം, ചൂടുള്ള സമയം നമ്മൾ വുളൂഇനെ പൂർത്തിയാക്കും. അതിന് ആശ്വാസമാണ്. തണുപ്പുള്ള സമയം, വെറുപ്പുള്ള സമയം, തണുപ്പുള്ള സമയം വെള്ളം ഉപയോഗിക്കാൻ വെറുപ്പാകും. ആ സമയത്തും കുറച്ച് കയറ്റി കഴുകുക. മുഖത്തിന്റെ അതിർത്തി എല്ലാവർക്കും അറിയാലോ, എന്നാൽ അതിന്റെ കൂടുതൽ കുറച്ചെടുക്കുക. കാല് കഴുകുമ്പോ ഞെരിയാണി ഉൾപ്പെടെയാണ്, പക്ഷെ മുകളിലേക്ക് കുറച്ച് കഴുകുക. ആ രൂപത്തിലാകുമ്പോ അത് നാളെ പരലോകത്ത് പ്രകാശം ലഭിക്കാൻ കാരണമാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടുള്ള മഹത്തുക്കളായ ആളുകളൊക്കെ വുളൂഇന്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. അനസ് റളിയല്ലാഹു അൻഹു, 8 വയസ്സുള്ള അനസ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് അല്ലാഹുവിന്റെ തിരുദൂതർ പറഞ്ഞത്, അനസേ എല്ലാ സമയത്തും വുളൂ വേണം. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹിനോട് വളരെയധികം അടുത്ത സ്വഹാബിയായിരുന്നു അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. 10 കൊല്ലം റസൂലുള്ളാഹിന്റെ വീട്ടിൽ നബിക്ക് ഖിദ്മ ചെയ്ത അനസ് റളിയല്ലാഹു അൻഹു. ആ അനസ് റളിയല്ലാഹു അൻഹുവിനോട് പുണ്യ നബി പറഞ്ഞത്, വുളൂ എല്ലാ സമയത്തും വേണം മനസ്സേ, ഷഹീദിന്റെ കൂലി ഉണ്ടാവുന്നതാണ്. വുളൂവോടുകൂടെ ഒരാൾക്ക് മരിക്കാൻ അവസരം ലഭിച്ചാൽ അവനിക്ക് ഷഹീദിന്റെ കൂലി ഉണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ശത്രുവിന്റെ വെട്ടേറ്റ് മരിക്കുന്ന ഒരാള്, ശത്രുവിന്റെ കുത്തേറ്റ് മരിക്കുന്ന ഒരാള് രക്തത്തിൽ കുളിച്ച് കൈകാലുകൾ വേറിട്ട് അതിവീവത്സമായ രൂപത്തിൽ, ദാരുണമായ രൂപത്തിൽ മരിക്കുന്ന ഒരാൾക്ക് എത്ര കൂലിയുണ്ട്? ഷഹീദിന് എത്ര കൂലിയുണ്ട്? തത്തുല്യമായ കൂലി കിട്ടാൻ കാരണമാണ് സഹോദര വുളൂവോടുകൂടെ മരിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണല്ലോ മഹത്തുക്കളായ ആളുകളൊക്കെ മരണത്തിന്റെ തൊട്ടുമുമ്പ് വുളൂവെടുക്കും. അസ്വസ്ഥത വന്നാൽ CH ഐദ്രോസ് മുസ്ലിയാർ അനുഭവല്ലേ, മരിക്കുന്നതിന്റെ തൊട്ടു മുമ്പ് അദ്ദേഹം വുളൂ ചെയ്തു. സ്വന്തം ഭാര്യയോട് ഇനി തുടരുത് എന്ന് പറഞ്ഞു വുളൂ മുറി. അങ്ങനെ സുന്ദരമായിട്ട് മയ്യത്തിനെ കടത്തുന്നത് പോലെ അദ്ദേഹം സ്വയം കടന്നിട്ട് ഞാൻ മരിക്കാന്ന് പറഞ്ഞു ഉറക്കെ കലിമ ചൊല്ലി. ആ ഷഹീദിന്റെ കൂലി കിട്ടാൻ കാരണം
മഹാന്മാരൊക്കെ അങ്ങനെയാണ്. ആദ്യകാലത്തുള്ളവരൊക്കെ ഈ വിഷയത്തിൽ വളരെയധികം ശ്രദ്ധിച്ചു. ഒളൂവിന്റെ മഹത്വം നമ്മൾ അറിഞ്ഞാൽ ഖുർആൻ നേരെ പറഞ്ഞല്ലേ ഒളൂവിനെ സംബന്ധിച്ച്. നമ്മൾ ഈ എടുക്കുന്ന ഒളൂ ആ ക്രമമനുസരിച്ച് തന്നെ പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ടതാണ്. ഒളൂ എന്ന് പറഞ്ഞാൽ നാളെ പരലോകത്ത് പ്രകാശം കിട്ടാൻ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ആത്മാർത്ഥമായിട്ട് നമ്മൾ ഒളൂ എടുക്കണം. ഒളൂ റെഡി ആയാൽ നമ്മുടെ നിസ്കാരം റെഡിയാവും. ഒളൂല് പോലും നമുക്ക് മനസാന്നിധ്യം വേണം. ഭക്ഷണം കഴിക്കുമ്പോൾ വർത്താനം പറയുന്നതിന് കുഴപ്പമില്ല. ഒളൂവിന്റെ സമയത്ത് വർത്താനം പറയാതിരിക്കാൻ വേണ്ട. നമ്മൾ നേരെ മറിച്ചായിരിക്കും. ഭക്ഷണം കഴിക്കുമ്പോൾ വർത്താനം ഒന്നും പറയില്ല. കാരണം അപ്പൊ വേറെ പരിപാടിയല്ല അവിടെ തൊള്ളക്ക്. പരമാവധി അകത്താക്കുള്ള പണിയായിരിക്കും. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇസ്ലാമികമായ ചരിത്രം പറയൽ കുഴപ്പമില്ല എന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ കൂടെ ഇരിക്കുന്ന ആളെ നോക്കണം കേട്ടോ. നമ്മൾ യൂസുഫ് നബിയുടെ കിസ്സ പറയുമ്പോഴേക്ക് ഉള്ളത് മുഴുവൻ ശരിയാക്കിയിട്ടുണ്ടാവും. മഹാവളന്മാരുണ്ടാവും. അത് ശ്രദ്ധിക്കണം. ഒരു പെണ്ണ് പറഞ്ഞില്ലേ, ഇളച്ചിയും മൂത്തച്ചിയും കൂടി ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. കോഴി പൊരിച്ചത് മുന്നിലുണ്ട്. അപ്പോ ഇളച്ചിയെ സംബന്ധിച്ചുള്ള ഒരു വിഷയം തുടങ്ങിയിട്ടാൽ അത് അതിന്റെ എല്ലാ അരിവും മൂരി ഒപ്പിച്ച് പറയും. അപ്പോ മൂത്തച്ചി മനഃപൂർവ്വം ചോദിച്ചു അത്രേ, എന്റെ ഇപ്പം എങ്ങനെയടി മരിച്ചത്? അതിൽ ഇവള് പറയാൻ തുടങ്ങിയത് ആദ്യം ഇന്ന രോഗം ഉണ്ടായി, അങ്ങനെ ഇന്ന ആശുപത്രിയിൽ ഇത്ര ദിവസം കിടന്നു, പിന്നെ വീട്ടിൽ തന്നെ മടങ്ങി, ഇങ്ങനെ ആദ്യം മുതൽ അവസാനം വരെ പറഞ്ഞു. അതിന്റെ ഇടയിൽ പൊരിച്ച കോഴി ഇവള് ശരിയാക്കി. ഇവൾക്ക് മനസ്സിലായി ഇത് കോഴി തിന്നാളൊരു തട്ടിപ്പായിരുന്നു. ഇനിയൊരവസരം കിട്ടുമ്പോൾ മുതലാക്കാന്ന് കരുതിയിട്ട് പിന്നെ ഒരിക്കൽ അവർ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇതേപോലെ ഇവള് തിരിച്ചു ചോദിച്ചു, എന്റെ ഇപ്പം എങ്ങനെയടി മരിച്ചത്? അവള് പറഞ്ഞു, ഒറ്റ നെഞ്ചുവേദന അടിയുന്ന. അപ്പൊ ചിലര് ഈ വിഷയത്തിലൊക്കെ വലിയ വളവായിരിക്കും. ഞാൻ പറഞ്ഞു വരുന്നത് ഒളൂവിലെ ആത്മാർത്ഥ, ഒളൂവിന്റെ സമയത്ത് സംസാരിക്കരുത്. ഒളൂവിന്റെ സമയത്ത് എന്ത് ചെയ്യരുത്, സംസാരിക്കാൻ പാടില്ല. വളരെ ആത്മാർത്ഥമായിട്ട് ഒളൂ ചെയ്യണം. അപ്പോഴാണ് നിസ്കാരത്തിൽ എന്തുണ്ടാകുക, ആത്മാർത്ഥം. എന്തായിരുന്നാലും ഈ ഒളൂ നാളെ പരലോകത്ത് നമുക്ക് പ്രകാശം കിട്ടാൻ ഒരു കാരണമാണ്. ഖുർആൻ പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ഖുംതും ഇലസ്സലാത്തി ഫഗ്സിലൂ വുജൂഹക്കും വഅയ്ദിയക്കും ഇലൽ മറാഫിഖ് വംസഹൂ ബിറുഊസിക്കും വഅർജുലക്കും ഇലൽ കഅബൈൻ. ഒളൂ അങ്ങനെയാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു. സത്യവിശ്വാസികളെ, നിങ്ങൾ നിസ്കരിക്കാൻ ഉദ്ദേശിച്ചാൽ ഫഗ്സിലൂ വുജൂഹക്കും, നിങ്ങളുടെ മുഖം കഴുകണം, വഅയ്ദിയക്കും, രണ്ട് കൈകൾ കഴുകണം, ഇലൽ മറാഫിഖ്, മുട്ടുൾപ്പെടെ, വംസഹൂ ബിറുഊസിക്കും, നിങ്ങളുടെ തല നിങ്ങൾ തടയണം, വഅർജുലക്കും, നിങ്ങളുടെ കാല് കഴുകുകയും വേണം, ഇലൽ കഅബൈൻ, എരിയാണി ഉൾപ്പെടെ. അത്രയുള്ളല്ലോ. ഞാൻ ആ വഴിക്കോടിയും വേണം. മുൻകൈ കഴുകലും അതുപോലെ തന്നെ വായിൽ വെള്ളം കൊപ്പിളിക്കലും, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ പിന്നെ സുന്നത്താണ്. ഇതൊക്കെ സുന്നത്താണ്. ഇവിടെ മുഖം കഴുകലാണ്. അവിടെ മുതലാണ് നിർബന്ധം തുടങ്ങുന്നത്. മുഖം കഴുകണം, അതുപോലെ രണ്ട് കൈകൾ കഴുകണം, അതുപോലെ തലയിൽ നിന്ന് അല്പം തടവണം, രണ്ട് കാലുകൾ കൃത്യമായിട്ട് കഴുകണം. ഈ ബാക്കി ചെവി തടയലും അതുപോലെ തന്നെ വായിൽ വെള്ളം കൊപ്പിളിക്കലും മൂക്കിൽ വെള്ളം കയറ്റി ചെല്ലലും ഇതൊക്കെ സുന്നത്താണ്. അതേ ക്രമമനുസരിച്ചാണ് അല്ലാഹു തആല ഖുർആനിലൂടെ പറഞ്ഞത്. ഈ ഒളൂ യഥാർത്ഥത്തിൽ പ്രകാശത്തിന് കാരണമാകും. നിസ്കാരത്തിന് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലുടനീളം ഒളൂ വേണമെന്നാണ്. ജീവിതത്തിലുടനീളം രാത്രി ഉറങ്ങുമ്പോൾ പോലും, ഉറങ്ങിക്കഴിഞ്ഞാൽ സഹോദര ഒളൂ മുറിഞ്ഞു പോകും. എന്നാലും ഉറങ്ങുമ്പോൾ ഒളൂ ചെയ്യണം. അഥവാ ഉറക്കിൽ നിന്ന് നമ്മൾ ഉണർന്നാൽ വേഗം എഴുന്നേറ്റ് പോയി ഒളൂ ചെയ്ത് 2 റക്അത്ത് നിസ്കരിച്ച് പിന്നെ കിടക്കൽ സുന്നത്താ. ഒളുവോടുകൂടെയാണ് ഒളുവോടുകൂടെ. ഭാര്യ ഭർത്താക്കന്മാർ സ്പർശിച്ചാൽ ഒളു മുറിഞ്ഞുപോയി. എന്നാലും സഹോദര, ഒളു ചെയ്തുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാരെ കടക്കുകയും അവർ സ്പർശിച്ചോട്ടെ, ഒളു മുറിഞ്ഞോട്ടെ, ആ ഉറക്കിൽ അവർ മരിക്കുകയാണെങ്കിൽ അവർ ഒളുവിന്റെ ഹുക്കുമില. അതുകൊണ്ടാ അഥവാ ഇടക്ക് ഞെട്ടി ഉണർന്നാൽ ഒളുർക്കൽ സുന്നത്ത്. ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു ഒരു രാത്രി സാധാരണ പോലെ ഒളു ചെയ്ത് കടന്നു. ഞെട്ടി ഉണർന്നു പെട്ടെന്ന് വേഗം പോയി അദ്ദേഹം ഒളു ചെയ്തു, 2 റക്അത്ത് നിസ്കരിച്ചു. വീണ്ടും വന്നിട്ട് അദ്ദേഹം കടന്നു. ഒരല്പം ഉറങ്ങിയ ഉടനെ തന്നെ വീണ്ടും ഞെട്ടി ഉണർന്നു. വീണ്ടും സഹോദര അദ്ദേഹം ഒളു ചെയ്തു, 2 റക്അത്ത് നിസ്കരിച്ചു. ഒരൊറ്റ രാത്രിയിൽ 70 തവണ ആവർത്തിച്ചു. അത്രേ. ഒറ്റ രാത്രിയിൽ 70 തവണ ആവർത്തിക്കുക എന്ന് പറഞ്ഞാൽ എത്ര റക്അത്ത് നിസ്കരിച്ചു? അപ്പൊ പിന്നെ എന്തിനാ ഉറങ്ങാൻ ഇവിടെ ടൈം? എന്താ ചെയ്യാ? ഉറക്കിന് പിടിക്കുമ്പോഴേക്ക് ഞെട്ടി ഉണരാണ്. അപ്പൊ പിന്നെ സുന്നത്തെടുക്കാണ്. 70 ഒളു വന്നു. ഓരോ ഒളുവിന്റെ ഇടയിലും ഈ 2 റക്അത്ത് വന്നു.
തസൗഫിന്റെ പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു സൂഫി വര്യന്റെ കഥ. ആ സൂഫി വര്യന്റെ മുഖത്തൊരു മുറിവ് വന്നു. അന്നത്തെ ബിഷഗ്രന്മാർ പറഞ്ഞു, ഇത് ഉണങ്ങി കിട്ടണമെങ്കിൽ വെള്ളം ഉപയോഗിക്കാൻ പാടില്ല. അദ്ദേഹം പറഞ്ഞു, അത്രേ വെള്ളം ഉപയോഗിക്കാതിരിക്കാൻ എനിക്ക് കഴിയില്ല, വൊളൂ ചെയ്യണം. നിസ്കരിക്കാൻ മാത്രമല്ല, എനിക്ക് എപ്പോഴും വൊളൂ വേണം, വൊളൂ മുറിഞ്ഞാൽ ഞാൻ അപ്പോൾ കൊടുക്കും. വൈദ്യന്മാര് പറഞ്ഞു, ഇല്ല, പറ്റില്ല, മുറി ഉണങ്ങില്ല. അദ്ദേഹം മെല്ലെ അവിടുന്ന് പോന്നു. മുറി തൽക്കാലം അവിടെ നിന്നോട്ടെ എന്ന് പറഞ്ഞു. സഹോദര, 12 കൊല്ലം ആ മുറിവ് അങ്ങനെ തന്നെ നിലനിന്നു വന്ന് ഇമാം സുഹ്റവർദി റളിയല്ലാഹു അൻഹു പറയുന്നു. 12 കൊല്ലം 12 കൊല്ലം മുഖത്തെ ആ മുറിവ് അങ്ങനെ തന്നെ നിലനിന്നു. കാരണം എന്താ? നിരന്തരം വെള്ളം തട്ടല്ലേ. വൊളൂ ഒഴിവാക്കാൻ തയ്യാറല്ല. വൊളൂ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? അതങ്ങനെ തന്നെയാണ്. വൊളൂ എപ്പോഴും ദായിമാക്കുന്ന ആളുകൾക്ക് അവരോട് പിശാചിന് ഭയങ്കര ദേഷ്യമാണ്, പഴപ്പിക്കാൻ കഴിയൂല. അതുകൊണ്ട് സഹോദര, പിശാചിന്റെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വലിയ പടച്ചട്ടയാണ് യഥാർത്ഥത്തിൽ വൊളൂ എന്ന് പറയുന്നത്. നാളെ പരലോകത്ത് പ്രകാശം കിട്ടാൻ ഏറ്റവും നല്ലൊരു ഇബാദത്താണ് വൊളൂ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ആലു ഇമ്രാൻ സൂറത്തിലെ വളരെ പ്രധാനപ്പെട്ട വചനം അവതരിച്ചപ്പോ ജനങ്ങളുടെ ദോഷം അല്ലാഹു പുറത്തു കൊടുക്കുമെന്നുള്ള ആ പ്രയോഗം, ആ സമയത്ത് ഇബ്ലീസ് കരഞ്ഞു എന്ന് പറഞ്ഞല്ലോ. ആ സമയത്ത് കടലിലും കരയിലുള്ള മുഴുവൻ ശൈത്താന്മാരും വന്നത്ര ഇബ്ലീസിന്റെ അടുത്ത്. എന്നിട്ട് ഇബ്ലീസിനോട് യാ സയ്യിദി എന്ന് പറഞ്ഞിട്ടാ പറഞ്ഞത്. എന്താ നേതാവേ പ്രശ്നം? നേതാവ് കരയാണ്. ഓർമ്മ ആലു ഇമ്രാനിൽ ഇങ്ങനെ ആയത്തിറങ്ങിയിട്ടുണ്ട്. തൗബ ചെയ്താല് ഫാഹിഷത്ത് വരെ പുറത്തു കൊടുക്കുന്നതാണ്, വ്യഭിചാരടക്കം, സ്വർഗത്ത് കിടക്കൂലെന്നാണ്. ഇത് വിചാരിച്ചിട്ടാ ഇവന്റെ ഡ്യൂട്ടി എന്താ? ആൾക്കാരെ പഴിപ്പിക്കലുള്ളത്. ഇത് മനുഷ്യന്മാര് നന്നാവുന്നല്ലോ. തെറ്റ് ചെയ്ത ആൾക്കാരെല്ലാരും കൂടി തൗബ ചെയ്താൽ എല്ലാവരും സ്വർഗത്ത് പോയി ഇവന് പ്രശ്നമാണ്. അതില് ശൈത്താന്മാര് അനുയായികൾ ഒരു ഐഡിയ പറഞ്ഞെടുത്തു. ഒരു കാര്യം ചെയ്യാം, ജനങ്ങളുടെ മുന്നില് നമ്മൾ എന്ത് ചെയ്യാം? ചെറിയ തെറ്റുകൾ അവർക്ക് ഭംഗിയാക്കി കൊടുക്കും. ചെറിയ തെറ്റുകൾ ദേഹേച്ഛക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കാൻ കൽപ്പിക്കുക. അപ്പൊ ഈ ചെറിയ തെറ്റുകൾ ഒരു തെറ്റല്ല എന്നുള്ളൊരു തോന്നൽ അവർക്ക് വരും. അപ്പോൾ തൗബ ചെയ്യൂല. ഇത് പറഞ്ഞു കൊടുത്തപ്പോ ഇബ്ലീസിന് സന്തോഷമായി. എന്നാ അങ്ങനെ നോക്കുക. ഇബ്ലീസിന്റെ അനുയായികൾ പറഞ്ഞ വളരെ ശരിയാ. എത്രയോ ആളുകൾ തെറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തീരെ മൈൻഡ് ചെയ്യുന്നില്ല. അതൊക്കെ ഇപ്പൊ മനുഷ്യന്മാരാകുമ്പോ കുറെ വരൂലെന്നറിയാം. അത് ഇബ്ലീസ് പറയിപ്പിക്കുള്ളൂ. അത് മനുഷ്യന്മാരാകുമ്പോ കുറെ വരും. നാളെ മൂലയൊരു വയറിഞ്ഞിട്ടില്ല. മനുഷ്യന്മാരെന്നാ തെറ്റ് ചെയ്യുന്നതാണ്. തെറ്റ് ചെയ്യൂലെങ്കിൽ അള്ളാഹു വേറൊരു കൂട്ടരെ കൊണ്ടുവന്ന് തെറ്റ് ചെയ്യിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. അതൊന്നും അത്ര വലിയ പ്രശ്നമല്ല. അതിനല്ലല്ലോ അത് സഹോദര, അതിനല്ലല്ലോ. വൊളൂ കൊണ്ട് ദോഷം പൊറുക്കുമെന്ന് പറഞ്ഞാൽ വൊളൂ ചെയ്ത ഉടനെ വീണ്ടും തെറ്റ് ചെയ്യാന്നാണോ? പിന്നെ അടുത്ത വൊളൂവിന് പുറത്തോളൂന്ന് കരുതിയിട്ട്? അതല്ലല്ലോ അതിന്റെ അർത്ഥം. എന്തായിരുന്നാലും നോക്കൂ, എപ്പോഴും വൊളൂ ഉണ്ടോ എന്നാൽ പിശാചിനെ പഴിപ്പിക്കാൻ കഴിയൂല. ഏതായിരുന്നാലും ഖിയാമത്ത് നാളിൽ ആ പ്രകാശം കിട്ടാൻ വൊളൂവിനെ സഹോദര നമ്മൾ പൂർണ്ണമായിട്ടെടുക്കണം. ശരിയായ രൂപത്തിൽ വൊളൂ ചെയ്യും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിസ്കാരമാകുന്നു. നിസ്കാരം ഒരു പ്രകാശമാണ്. കൃത്യമായി നിസ്കാരം നിർവഹിക്കുക എന്നുള്ളത് സഹോദരങ്ങളെ, അത് നമുക്ക് പരലോകത്ത് പ്രകാശം ലഭിക്കാൻ കാരണമാകും. നിസ്കാരം കൃത്യമായിട്ട് നിർവഹിക്കുക, ആത്മാർത്ഥമായിട്ട് നിസ്കരിക്കുക. മറ്റൊന്ന് നബിയുടെ മേലുള്ള സ്വലാത്താണ്. റസൂലിന്റെ മേലിൽ സ്വലാത്തിനെ അധികരിപ്പിക്കുന്നവർക്ക് നാളെ പരലോകത്ത് അല്ലാഹു പ്രത്യേക പ്രകാശം നൽകും. മറ്റൊന്ന് പ്രധാനപ്പെട്ടത് മാതാപിതാക്കളെ പരിപാലിക്കലാണ്. പ്രത്യേകിച്ച് പ്രായം ചെന്ന മാതാപിതാക്കളോട് സംസാരിക്കുമ്പോൾ വളരെ വിനയത്തോടുകൂടെ സംസാരിക്കുക. ലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ വഗ്ഫിർ ലഹുമാ ജനാഹൽ ദുല്ലി മിനർ റഹ്മ വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. ഖുർആൻ പറഞ്ഞില്ലേ, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് ഛേ എന്ന് പോലും പറയാൻ പാടില്ല. വിസമ്മതത്തിന്റെ ചെറിയ രീതിയാണത്. മാതാപിതാക്കൾ ഒരു കാര്യം പറയുമ്പോൾ അവരോട് ആ നിലപാട് സ്വീകരിക്കാൻ പാടില്ല. അവരോട് വളരെ മാന്യമായി സംസാരിക്കണം. ഇളമത്തരത്തിന്റെ ചിറകിനെ അവർക്ക് താഴ്ത്തി കൊടുക്കണം. വിനയത്തിന്റെ ചിറകിനെ അവർക്ക് താഴ്ത്തി കൊടുക്കണം. അല്ലാഹു ഖുർആനിൽ പറയാൻ മാത്രമല്ല, ചെറുപ്പത്തിൽ എന്നെ നോക്കി വളർത്തിയതിന് പകരം എന്റെ മാതാപിതാക്കൾക്ക് നീ നന്മ ചെയ്യണേ നാഥാ എന്ന് ദുആ ചെയ്യുകയും വേണമെന്ന് മക്കളോട് അല്ലാഹു പറയുന്നു, റസൂല് പറയുന്നുണ്ട്. വയസ്സായ മാതാപിതാക്കളോടൊക്കെ വളരെ മയത്തിൽ സംസാരിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ നാളെ പരലോകത്ത് അവർക്ക് അല്ലാഹു വലിയ പ്രകാശം നൽകും.
സ്വലാത്ത്, വുളൂ, മാതാപിതാക്കളോടുള്ള പെരുമാറ്റം, ഈ വിഷയങ്ങളൊക്കെ നന്നാക്കിയാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് പരലോകത്ത് നല്ല പ്രകാശമുണ്ടാവും. നബിയോടുകൂടെ അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. വീണ്ടും അല്ലാഹു പറയുന്നു ഈ അടുത്ത ആയത്ത്. അപ്പോ ഈ ആയത്തിലൂടെ അല്ലാഹു തആല നസൂഹായ തൗബ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അല്ലാഹു തആല തെറ്റുകളൊക്കെ പുറത്തു തരും, സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കും. ആ സ്വർഗ്ഗത്തിന്റെ താഴ്ഭാഗത്തിലൂടെ അരുവികൾ ഒഴുകും. നബിയെയും നബിയോടുകൂടെയുള്ള സത്യവിശ്വാസികളെയും അപമാനിക്കാത്ത ദിവസമാണത്. മാത്രമല്ല അവർക്കിടയിലൂടെ പ്രകാശം അതിസ്പീഡിൽ പോകും, അവരുടെ മുൻഭാഗത്തും വലതുഭാഗത്തും. എന്നിട്ട് അവർ പറയുമെന്ന് നാദാ, ഞങ്ങൾക്ക് ഈ പ്രകാശത്തെ പൂർണ്ണമാക്കി തരണമേ, ഞങ്ങളോട് പൊറുക്കണമേ, ഇന്നക അലാ കുല്ലി ശൈഇൻ ഖദീർ, നീ എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണല്ലോ, നീ എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണല്ലോ എന്ന് അവസാനമായിട്ട് പറയുമെന്ന്. ഇനി നോക്കൂ, അടുത്ത ആയത്തിൽ അല്ലാഹു പറയുന്നത്, യാ അയ്യുഹൻ നബി ജാഹിദിൽ കുഫാറ വൽ മുനാഫിഖീന വഗ്ലുൽ അലൈഹിം വമഅവാഹും ജഹന്നം വബിഅസൽ മസീർ. ഇതാണ് അവസാനം നമ്മൾ ഓതി വെച്ച ആയത്ത്. അല്ലാഹു പറയുന്നു, യാ അയ്യുഹൻ നബി, ഓ നബിയേ, ജാഹിദിൽ കുഫാറ വൽ മുനാഫിഖീൻ, സത്യനിഷേധികളോടും അതുപോലെ കപട വിശ്വാസികളോടും അങ്ങ് സമരം ചെയ്തോളൂ നബിയേ. വഗ്ലുൽ അലൈഹിം, അവരോട് പരുഷമായ രൂപത്തിൽ പെരുമാറിക്കോളൂ. വമഅവാഹും ജഹന്നം, അവർക്കുള്ള സങ്കേതം ജഹന്നം എന്ന നരകമാകുന്നു. വബിഅസൽ മസീർ, അവർക്കുള്ള മടക്കം വളരെ ചീത്തയാകുന്നു. ഈ ആയത്ത് വളരെ ശ്രദ്ധേയമായ ആയത്താണ്. അല്ലാഹു പറയുന്നത് സത്യനിഷേധികളോട് ആയത്തുകളെ തെറ്റായി വ്യാഖ്യാനിക്കുന്നതിനെ പറ്റി പറഞ്ഞിട്ട് എം ടി ഉസ്താദ് പറഞ്ഞില്ലേ, സത്യനിഷേധിയെ അവിടെ കണ്ടുമുട്ടിയാലും എന്ത് ചെയ്യണം, വധിക്കണം എന്ന് പറഞ്ഞ ആയത്തൊക്കെ തെറ്റായിട്ട് ഉദ്ധരിക്കുന്നുണ്ട്. ഇസ്ലാമിനെ പറ്റി തെറ്റിദ്ധരിക്കണം. യഥാർത്ഥത്തിൽ ഇങ്ങോട്ട് അടിക്കാൻ വരുമ്പോ, തല്ലാൻ വരുമ്പോ വല്ലാതെ ചേരയെ നമ്മൾ ചവിട്ടിയാൽ ചേരയും ചിലപ്പോ കടിക്കാൻ സാധ്യതയുണ്ട്. 13 കൊല്ലത്തോളം അള്ളാന്റെ തിരുദൂതർ തിരിച്ചടിച്ചില്ല, മർദ്ദനങ്ങൾ മുഴുവനും സഹിച്ചു. എന്തുകൊണ്ട് സഹോദര? അക്രമത്തിന്റെ വടി ഇസ്ലാമിക അജണ്ടയിൽ ഇല്ല എന്ന് വരുത്തി തീർക്കാനാണ്. 13 കൊല്ലക്കാലം അള്ളാന്റെ തിരുദൂതർ എല്ലാം സഹിച്ചു. അതിന്റെ ഇടയിൽ ബിലാൽ റളിയല്ലാഹു അൻഹു ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയനായി. ഹുബൈബ് റളിയല്ലാഹു അൻഹു പീഡനങ്ങൾ ഏറ്റുവാങ്ങി. അമ്മാർ റളിയല്ലാഹു അൻഹു, യാസിർ റളിയല്ലാഹു അൻഹു, സുമയ്യ ബീവി റളിയല്ലാഹു അൻഹ, അവരൊക്കെ ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങി. യാസിർ റളിയല്ലാഹു അൻഹു മർദ്ദനം കാരണം ഈ ലോകത്തോട് വിട പറഞ്ഞു. സുമയ്യ ബീവിയോട് പറഞ്ഞു. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ് ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയനായി. അള്ളാന്റെ തിരുദൂതർ പോലും മർദ്ദനങ്ങൾ സഹിക്കേണ്ടി വന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മുഖം അടിച്ചു തകർത്തു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖം അടിച്ചു തകർത്തു, ചെരുപ്പിന്റെ തോലിന്റെ ചെരുപ്പ് കൊണ്ട്. എന്തേ ഇവരൊക്കെ ചെയ്തത്? എന്നിട്ടും തന്റെ കൂടെയുള്ള ധീരന്മാരായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അടക്കം, അലി റളിയല്ലാഹു അൻഹു അടക്കം, അവരൊക്കെ സഹോദര ഏറ്റവും വലിയ ഔലിയാക്കളായിരുന്നു. അവർക്കൊരുപാട് കറാമത്ത് കാണിക്കാമായിരുന്നു. ഏതുപോലെ 40 ആളുകൾക്ക് മാത്രം ഉയർത്താൻ കഴിയുന്ന ശത്രുവിന്റെ ഹൈബറിന്റെ കോട്ടയുടെ വാതില് ഒറ്റ കൈ കൊണ്ട് ഉയർത്തി സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അങ്ങനെയുള്ളവരൊക്കെ അള്ളാന്റെ തിരുദൂതരുടെ കൂടെ ഉണ്ടായിട്ട് തിരിച്ചടിച്ചില്ല. എന്തുകൊണ്ട്? ഇന്നൊക്കെ ഇസ്ലാമിനെ ഏറെ തെറ്റിദ്ധരിച്ചവരാ. നമ്മൾ സൗമ്യമായി പെരുമാറുന്നവരാണ്. മുസ്ലിങ്ങളല്ലാത്തവരോട് സഹോദര ചിന്തിക്കണം. ഈ ആയത്തിൽ നിന്ന് തെറ്റിദ്ധരിക്കാൻ പാടില്ല. പ്രത്യേക സാഹചര്യത്തിൽ പറഞ്ഞതാണ്. ഇങ്ങോട്ട് ആക്രമിക്കാൻ വരുന്ന ആളുകളോട് പരുഷമായിട്ട് തന്നെയല്ലേ പെരുമാറേണ്ടത്? മുംതഹന സൂറത്തിലൂടെ അല്ലാഹു തആല പറയുന്നുണ്ടല്ലോ, ഇങ്ങോട്ട് നിങ്ങളെ സ്വന്തം ഭവനങ്ങളിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കാത്ത വിശ്വാസികൾ, അവർക്ക് നന്മ ചെയ്യുന്നത് അല്ലാഹു വിലക്കിയിട്ടില്ല. മുംതഹന സൂറത്തിന്റെ 8ാമത് വചനത്തിൽ അല്ലാഹു തആല കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇങ്ങോട്ട് ആക്രമിക്കാത്ത, ഇങ്ങോട്ട് നിങ്ങളെ സ്വന്തം ഭവനങ്ങളിൽ നിന്ന് പുറത്താക്കാനോ നാട്ടിൽ നിന്ന് പുറത്താക്കാനോ ശ്രമിക്കാത്ത അമുസ്ലിങ്ങൾക്ക് നിങ്ങൾ നന്മ ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല എന്ന് ഖുർആൻ പറയുന്നുണ്ട്. നേരെ പറയുന്നുണ്ട് മുംതഹന സൂറത്ത്, നിങ്ങൾ നല്ലോണം നന്മ ചെയ്തോളൂ. ഇസ്ലാമിനെ ഏറെ തെറ്റിദ്ധരിച്ചവരുണ്ട്. പിന്നെ ചില ആളുകൾക്കൊക്കെ തിരിയാത്തത് കൊണ്ടല്ല. ഇപ്പൊ കണ്ടില്ലേ, ഒരു വലിയ ബുദ്ധിജീവി എന്ന് അവകാശപ്പെടുന്ന ഒരാൾ, ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ, അദ്ദേഹം പറഞ്ഞത് കണ്ടില്ലേ, മലപ്പുറത്തെ പെണ്ണുങ്ങളൊക്കെ പന്നികളെ പോലെയാണ്.
എത്ര ഗുരുതരമായ ആരോപണമാണ്. മലപ്പുറത്തെ പെണ്ണുങ്ങളൊക്കെ പന്നികളെ പോലെ പ്രസവിച്ചു കൂട്ടാണെന്നാണ്. അതുകൊണ്ടാണ് ഇവിടെ മലപ്പുറം ജില്ലയിൽ MLA കൂടാൻ കാരണം. അവൻ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. പന്നിയുടെ സ്വഭാവം എടുക്കുകയാണ് വർത്താനത്തിലൂടെ. 2 കാലുണ്ടായിട്ട് ചെയ്യാൻ പാടില്ലായിരുന്നു. ഒരു മുസ്ലിമായ മനുഷ്യന്റെ നാവെന്നാണ് മറ്റു മതത്തിൽപ്പെട്ട ഒരാളെ പറ്റി ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ എന്തായിരിക്കും സഹോദര? മാധ്യമങ്ങളിൽ മുഴുവൻ അതായിരിക്കും അല്ലേ? സോഷ്യൽ മീഡിയകളിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതായിരിക്കും. അങ്ങനെ ഒരു വർത്താനം പറഞ്ഞ ആളെ തറവാടടക്കം മാന്തിയിട്ടുണ്ടാവും. നമ്മളങ്ങനെ പ്രതികരിക്കുന്നില്ലല്ലോ. വഹാബ് സാഹിബ് പ്രതികരിച്ചു, മലപ്പുറത്തേക്ക് ക്ഷണിച്ചു, ഒരു സുലൈമാനി കുടിച്ച് പോകാറുണ്ട്. എന്നാ തീരുന്ന പ്രശ്നമുള്ളൂ. സാറായി മധുരമായ ഒരു പ്രതികാരം, അത് മതിയല്ലോ സഹോദര. എത്ര ഗുരുതരമായ പ്രശ്നം. ഇയാളെ പേരിന്റെ മുന്നിലുള്ള ഈ ഡോക്ടർ എന്താ കാര്യം? ചികിത്സിക്കാൻ ഏതായാലും കഴിയൂല. ഇങ്ങനെയുള്ള തെറി പറയാന് ഇതിനാണോ ഡോക്ടറേറ്റ് എടുക്കുന്നത്? ചിന്തിച്ചു നോക്കൂ സഹോദര, അങ്ങനെ പറയാൻ പാടുണ്ടോ? മുസ്ലിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യൂല, ആരെയും അവഹേളിക്കൂല. അമുസ്ലിങ്ങൾ ആരാധിക്കുന്ന വിഗ്രഹങ്ങളെ പോലും നിങ്ങൾ ചീത്ത പറയരുതേ എന്ന് പഠിപ്പിച്ചു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അറിയാം, ഇസ്ലാമിക ദൃഷ്ട്യാ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതാണ് ഇത് ബഹുദൈവാരാധന. പക്ഷേ അവിശ്വാസികൾ അവരുടെ ദൈവങ്ങളെ ആരാധിക്കുമ്പോൾ ആ ദൈവങ്ങളെ നിങ്ങൾ ആക്ഷേപിക്കാൻ പോകേണ്ടതില്ല എന്ന് പുണ്യനബി പഠിപ്പിച്ചു. നമ്മൾ ഇസ്ലാം ഏത് വിഷയത്തിലും ആ രീതിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. എന്തുകൊണ്ട്? നിർബന്ധം കൊണ്ടോ പ്രകോപനം കൊണ്ടോ ഒരാൾ ഇങ്ങോട്ട് വരേണ്ട ആവശ്യം. മനസ്സിലുറക്കണമെങ്കിൽ സഹോദര ആശയം ശരിയാകണം. എന്നാൽ അതേ സമയത്ത് കപട വിശ്വാസികളും സത്യനിഷേധികളും സകല സീമകളും ലംഘിക്കുന്ന അവസ്ഥ വന്നു. കപട വിശ്വാസികൾ ഉള്ളിലൂടെ എല്ലാ കളികളും കളിച്ചു. അവരെ പറ്റി ഇൻഷാ അല്ലാഹ് നമുക്ക് മുനാഫിഖൂന സൂറത്ത് വരാൻ പോവാണ്. അത് വരുമ്പോൾ നമുക്ക് വിശദീകരിക്കാം. ആരൊക്കെയാണ് മുനാഫിക്കുകൾ, അവരുടെ അടയാളങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെ അന്ന് നമുക്ക് പറയാം. ഇവിടെ അള്ളാഹു പറയുന്നത് നിങ്ങൾ അവരോട് നിങ്ങൾ സമരം ചെയ്തോളൂ. നബിയോട് അള്ളാഹു കൽപ്പിച്ചു. വമഅ്വാഹും ജഹന്നം, അവർക്കുള്ള സങ്കേതം നരകമാകുന്നു. വബിഅ്സൽ മസീർ, അവർക്കുള്ള മടക്കം വളരെ ചീത്തയാകുന്നു. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. സത്യനിഷേധികൾ ഒരു പക്ഷേ നമ്മളാവില്ല, പക്ഷെ നിഫാഖ് ഒരു പക്ഷേ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. കാപ്പട്യം നിഫാഖ് വരാൻ സാധ്യതയുണ്ട്. സത്യനിഷേധിയേക്കാൾ നാളെ നരകത്തിൽ പ്രശ്നം മുനാഫിക്കിന്. ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ, മുനാഫിക്കുകളായ ആളുകൾ അവർ നരകത്തിന്റെ ഏറ്റവും അടിയിലെ തട്ടില. ഖുർആൻ പറയുന്നുണ്ട്, നാവ് കൊണ്ടോല് വിശ്വാസികളാ, ഹൃദയം കൊണ്ടോല അവിശ്വാസികളാ. നമ്മളൊരിക്കലും അങ്ങനെയല്ല, നമുക്ക് മനസ്സിൽ ഉറച്ചിട്ടുണ്ട്. പക്ഷെ ആ മുനാഫിക്കുകൾക്ക് ചില അടയാളങ്ങളുണ്ട്. ക്യാൻസറിന് ചില ലക്ഷണങ്ങളുണ്ട്. ഏതൊരു രോഗമാണെങ്കിലും സഹോദര, രോഗങ്ങൾക്ക് ചില അടയാളങ്ങൾ ഉണ്ടാകും. അത് വരുമ്പോഴൊക്കെ നമ്മൾ ബ്ലോക്ക് ചെയ്യും. ഇല്ലാന്നുണ്ടെങ്കിൽ ചികിത്സ തേടിയിട്ടില്ലെങ്കിൽ ഇത് മൂർച്ഛിച്ചാൽ മാറ്റാൻ പ്രയാസം. എന്നതുപോലെ ഇദാ ഹദ്ദസ കദിബ, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, വർത്താനം പറഞ്ഞാൽ നുണ പറയാം, അത് മുനാഫിക്കിന്റെ അടയാളമാണ്, ലക്ഷണമാണത്. വഇദാ വഅദ അഖ്ലഫ, ഒരു കരാർ ചെയ്താൽ ലംഘിക്കുക. വഇദാ ഉത്മിന ഖാന, വിശ്വസിച്ചേൽപ്പിച്ചാൽ വഞ്ചന കാണിക്കുക. വഇദാ ഖാസമ ഫജറ, തർക്കിച്ചാൽ വേണ്ടാത്തത് പറയാം. തൊള്ള തുറന്ന നുണ പറയാം, അത് മുനാഫിക്കിന്റെ അടയാളമാണ്. ഒരു കരാർ ചെയ്താൽ അത് ലംഘിക്കുക മുനാഫിക്കിന്റെ അടയാളമാണ്. വിശ്വസിച്ചേൽപ്പിച്ചാൽ അതിൽ വഞ്ചന കാണിക്കുക, കൃത്രിമം കാണിക്കുക, അത് മുനാഫിക്കിന്റെ അടയാളമാണ്. എന്തെങ്കിലും ഒരു വർത്താനുണ്ടായാൽ, തർക്കമുണ്ടായാൽ വേണ്ടാത്തത് വായിൽ നിന്ന് വരും. അനാവശ്യം വിളിച്ചു പറയാം, തമ്മാടിത്തരം വിളിച്ചു പറയാം, അശ്ലീലതകൾ നാവുന്നു വരാം, അതൊക്കെ മുനാഫിക്കിന്റെ അടയാളമാണ്. അപ്പൊ അത് ആ ലക്ഷണങ്ങൾ ഉണ്ടാകരുത്. ബാക്കി ഇൻഷാ അല്ലാഹ് മുനാഫിക്കുന്ന സൂറത്ത് പറയുമ്പോൾ പറയാം. ഇൻഷാ അല്ലാഹ് ഇതിന്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇന്നത്തെ 2 ആയത്തുകളിൽ ഒരുപാട് പോയിന്റുകൾ നമ്മൾ പറഞ്ഞു. തൗബയുമായിട്ട് ബന്ധപ്പെട്ടത് പറഞ്ഞു. പരലോകത്ത് പ്രത്യേക പ്രകാശം കിട്ടാൻ വേണ്ട കാര്യങ്ങൾ നമ്മൾ എണ്ണി പറഞ്ഞു. നമ്മൾ ചെയ്യുന്നത് തന്നെ കുറച്ച് ആത്മാർത്ഥമായിട്ട് ചെയ്താൽ ഇൻഷാ അല്ലാഹ് രക്ഷപ്പെടും. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ഇനി അല്ലാഹു തആല സത്യവിശ്വാസത്തിന് മാതൃകയായിട്ട് 2 സ്ത്രീകളെയും സത്യനിഷേധത്തിന് ഒരു ഉപമയായിട്ട് ചരിത്രത്തിലെ 2 പെണ്ണുങ്ങളെയും എടുത്തു പറയുന്ന പ്രധാനപ്പെട്ട ഭാഗമാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മിൽ നിന്ന് അല്ലാഹു ഖബൂലാക്കുമാറാവട്ടെ. ആമീൻ എന്ന് പ്രത്യേകം ദുആ ചെയ്യുന്നു. അൽഹംദുലില്ലാഹ്, കഴിഞ്ഞ ആഴ്ച നമ്മുടെ വാർഷിക പരിപാടി നടന്നു. രാവിലെ ഖുർആൻ ക്ലാസ് കൃത്യമായിട്ട് നടന്നു.
രാത്രി വാർഷിക പരിപാടി നടന്നു. അൽഹംദുലില്ലാഹ് നമ്മുടെ വാർഷിക പരിപാടി വളരെ ശാന്തമായ നമ്മുടെ പ്രവർത്തനം വളരെയധികം വിജയിച്ചു. ഞാൻ ഇതിന്റെ സംഘാടകരെ, ഉത്തരവാദപ്പെട്ട ആളുകളൊക്കെ അഭിനന്ദിക്കുകയാണ്. അൽഹംദുലില്ലാഹ് വിശാലമായ നമ്മുടെ ഈ പള്ളി നിറഞ്ഞു നിന്നു. ആളുകൾ ഇടയിൽ ഗ്യാപ്പില്ലാത്ത രൂപത്തിൽ നിറഞ്ഞു നിന്നതായ ഒരവസ്ഥ വന്നു. ധാരാളം സ്ത്രീകളും പരിപാടിയിൽ പങ്കെടുത്തു. അൽഹംദുലില്ലാഹ് നമ്മുടെ വാർഷിക പരിപാടി അൽഹംദുലില്ലാഹ് വിജയിച്ചു. ഒരു വാർഷികം വെച്ചാൽ അതുകൊണ്ടുള്ള സന്തോഷം, നമ്മൾ വാർഷികം ഖുർആൻ ക്ലാസിന്റെ വാർഷികം വെക്കുന്നത് ഇങ്ങനൊരു സംഗതി ഉണ്ട് എന്ന് കൂടുതൽ ആളുകൾ അറിയിക്കാനാണ്, ഈ സന്ദേശം കൂടുതൽ വ്യാപിപ്പിക്കാനും. അൽഹംദുലില്ലാഹ് വാർഷികം കാരണം ഇന്ന് നമുക്ക് സത്യവിശ്വാസികളെ, ഖുർആൻ പഠിതാക്കളെ പുതിയതായിട്ട് ഈ സദസ്സിൽ ഇന്ന് വന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് നമ്മുടെ പ്രവർത്തനം മുതലായിട്ടുണ്ട്. ഇനി ഇന്ന് വന്ന സഹോദരങ്ങൾ ഒരൊറ്റ ക്ലാസ് ഒഴിവാക്കാതെ ഇതിന്റെ ബാക്കി നിർബന്ധമായിട്ടും കേൾക്കണം. തഹരീമിന്റെ അവസാനം അത് കഴിഞ്ഞാൽ ഇതൊരു മാല പോലെയാണ്. അടുത്ത സൂറത്തിലേക്ക് നമുക്ക് കിടക്കണം. അള്ളാഹുവിന്റെ ഖുർആനാണ്. നമ്മൾ ചെലവഴിക്കുന്ന സമയത്തിൽ ഏറ്റവും വിലപ്പെട്ടതാണിത്. അതുകൊണ്ട് ഒരിക്കലും മുടങ്ങാതെ എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും നമ്മൾ ആലോചിച്ച് നോക്കും. നമുക്കിപ്പോ തിരക്ക് പടച്ചവന് വേണി ഉണ്ടാക്കി തരാൻ കഴിയും. ആശുപത്രി കേസും മറ്റൊക്കെ ഉണ്ടായാലും അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? ഇത്തരം കാര്യങ്ങൾക്ക് നമ്മൾ സമയം കണ്ട് അള്ളാഹുവോട് പ്രാർത്ഥിച്ചാൽ ബാക്കിയൊക്കെ പടച്ചവൻ നീക്കി തന്നോളൂ. അതുകൊണ്ട് അള്ളാഹു താല നമുക്കതിന് തൗഫീക്ക് നൽകുമാറാവട്ടെ. എല്ലാ ആളുകളും വളരെ സന്തോഷത്തോടെ ഇതിനോട് സഹായിച്ചു. പിന്നെ സംഘാടകർ ഇതിന്റെ കണക്ക് പറഞ്ഞിട്ടുണ്ട്. 20,200 രൂപ വരവുണ്ട്, 22,390 രൂപ ചെലവുണ്ട്. അത്ര ഭക്ഷണമൊക്കെ തീ കൂട്ടിക്കൂലേ? ഭക്ഷണം തീ കൂട്ടിയാണ്. ഇൻഷാ അല്ലാഹ് ഒരു 2,190 റുപ്യന്റെ കുറവുണ്ട്. എന്നാലും അൽഹംദുലില്ലാഹ് അതൊരു വലിയൊരു കുറവൊന്നല്ല, പ്രശ്നമില്ല. അത് ഒരാൾ തരാൻ നേരിട്ടുണ്ട്. അപ്പോൾ ഇത് സംഗതി ഫില്ലായിട്ടുണ്ട്. ഇതിന്റെ അനൗൺസ്മെന്റും കാര്യങ്ങളും ഒരുപാട് ചെലവുകളാണ് ഈ കൂട്ടിയിട്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. 1,115 രൂപയാണ് കഴിഞ്ഞ ക്ലാസ്സിലെ കളക്ഷൻ. ഹലാലായ മുറാദ് ഹാസിലാകാനും മരിച്ചുപോയ പിതാവിന്റെ പേരിൽ ദുആ ചെയ്യാനും ക്ലാസ്സിലേക്ക് ചായയും കടിയും നൽകിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. മരിച്ചുപോയ സഹോദരന്റെ പിതാവിന്റെ പേരിൽ നമുക്ക് ഒരു ഫാത്തിഹ ഓതിവരക്കാം. നാസന്ത സ്വലാത്ത് ഇന്ന് മഗ്രിബിന്റെ ശേഷം മദ്രസയിൽ വെച്ച് നടക്കുമെന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മിൽ നിന്ന് ഖബൂലാക്കുമാറാവട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് لا إله إلا الله 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 أستغفر الله العظيم 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 اللهم صل على محمد والآل كلهم وسلم 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 اللهم صل على محمد والآل كلهم وسلم
اللهم صل على محمد والآل كلهم وسلم اللهم صل على محمد والآل كلهم وسلم اللهم صل على محمد والآل كلهم وسلم اللهم صل على محمد والآل كلهم وسلم اللهم صل على محمد والآل كلهم وسلم اللهم صل على محمد والآل كلهم وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا മുഹമ്മദ്. അല്ലാഹുവേ, പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്നതിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ദോഷങ്ങളൊക്കെ പൊറുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ പാപങ്ങളൊക്കെ മാപ്പാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കണേ റഹ്മാനെ. തെറ്റുകളിലേക്ക് മടങ്ങുന്ന അവസ്ഥയെ തൊട്ട് കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, കുറ്റബോധമുള്ളവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. പരിപൂർണമായ തെറ്റുകളിൽ നിന്ന് വിരമിക്കാൻ ഭാഗ്യം നൽകണേ റഹ്മാനെ. ചെറുതും വലുതുമായ തെറ്റുകളെ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ റഹ്മാനെ. അല്ലാഹുവേ, നസൂഹായ തൗബ ചെയ്യുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അതുവഴി ഞങ്ങൾക്ക് മഗ്ഫിറത്ത് നൽകണേ റഹ്മാനെ. സ്വർഗം ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ. പരലോകത്തെ പ്രകാശം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, വുളൂ കൃത്യമായിട്ട് ചെയ്യുന്നവരിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. വുളൂഇനെ ദായിമാക്കാൻ ഭാഗ്യം നൽകണേ റഹ്മാനെ. മൂത്രം എപ്പോഴും പോകുന്ന അസുഖം അങ്ങനെയുള്ളതൊന്നും ആർക്കും നൽകല്ല റഹ്മാനെ. അല്ലാഹുവേ, വുളൂഇനെ ദായിമാക്കുന്നവരിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അതുവഴി ഞങ്ങൾക്ക് പ്രകാശം നൽകണേ റഹ്മാനെ. സ്വലാത്ത് ഞങ്ങൾ ചൊല്ലുന്നത് കാരണം നാളെ പ്രകാശം നൽകണേ റഹ്മാനെ. നിസ്കാരം കാരണം പ്രകാശം നൽകണേ റഹ്മാനെ. മാതാപിതാക്കളോട് മയത്തിൽ പെരുമാറുന്നത്, അല്ലാഹുവേ, അവരോട് വിനയത്തോടുകൂടെ വർത്തിക്കുന്നത് അത് പ്രകാശത്തിന് കാരണമാണെന്ന് പുണ്യനബി പഠിപ്പിച്ചു. റബ്ബേ, ഞങ്ങൾക്കതിന് തൗഫീഖ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, പരലോകത്ത് ആ പ്രകാശം ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, പാപമോചനം ലഭിക്കുന്നവരിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. സുഹൃതങ്ങൾ കൂടുതൽ ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. അതിനുള്ള ആരോഗ്യം നൽകണേ റഹ്മാനെ. രോഗങ്ങൾ ഞങ്ങൾക്ക് നൽകല്ല റഹ്മാനെ. രോഗങ്ങൾക്ക് പരിപൂർണ ശമനം നൽകണേ റഹ്മാനെ. ഞങ്ങളുടെയും മാതാപിതാക്കളുടെയും രോഗം ഭേദമാക്കി തരണേ റഹ്മാനെ. ഞങ്ങളുടെ ഭാര്യമാരുടെ രോഗങ്ങൾക്ക് ശിഫ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ക്ലാസ് റൂം വഴി ഇത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകളടക്കമുണ്ട്. അവിടെയൊക്കെ ഭർത്താക്കന്മാർക്കും ഖൈർ നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ മക്കളുടെ രോഗങ്ങൾക്ക് ശമനം നൽകണേ റഹ്മാനെ. വയസ്സായ മാതാപിതാക്കൾക്ക് ആഫിയത്ത് നൽകണേ റഹ്മാനെ. പരിശുദ്ധമായ ഖുർആന്റെ ഈസാസിൽ ഒരുമിച്ച് കൂടിയവർ, പ്രായം ചെന്നവരടക്കം എല്ലാവരുടെ ജോലികളിലും ബർക്കത്ത് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ആഴ്ചയിൽ ഒരു ദിവസം ഞങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് കൂടുന്നത് സ്വീകരിക്കണേ റഹ്മാനെ. ശുദ്ധമായ ഈസാസിലേക്ക് മടങ്ങാതെ വരുന്നവർ, ഇത് ജീവിതത്തിൽ അവർക്കൊരു വഴിത്തിരിവാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഇത് കാരണം വിജയം നൽകണേ റഹ്മാനെ. കച്ചവടങ്ങളിൽ ബർക്കത്ത് നൽകണേ റഹ്മാനെ. കൃഷിയിൽ ബർക്കത്ത് നൽകണേ റഹ്മാനെ. അധ്യാപനത്തിൽ ബർക്കത്ത് നൽകണേ റഹ്മാനെ. പഠനത്തിൽ ബർക്കത്ത് നൽകണേ റഹ്മാനെ. വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാർ ഈ സാസിലുണ്ട്, ഖൈർ നൽകണേ റഹ്മാനെ. ഒരു അപകടത്തിലും
പെടുത്തല്ല റഹ്മാനെ. അല്ലാഹുവേ ഈ സഹസിൽ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട്. അല്ലാഹുവേ ഖൈറും ബർക്കത്തും നൽകണേ റഹ്മാനെ. അല്ലാഹുവേ അവരൊക്കെ പല മേഖലയിലും ഇടപെടുന്നു. എല്ലാം ദീനിന് ഉപയോഗപ്പെടുത്താൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. നല്ല പ്രതിഭകൾ ഓഫീസുകളിൽ ജോലി ചെയ്യുന്നവർ ഈ സഹസിലുണ്ട്. അല്ലാഹുവേ അവരുടെയൊക്കെ ജോലികളിൽ ബർക്കത്ത് നൽകണേ റഹ്മാനെ. ചെറുപ്പക്കാരുടെ ജോലികളിൽ ബർക്കത്ത് നൽകണേ റഹ്മാനെ. വിദേശത്തുനിന്ന് വന്നവരുണ്ട്, ഖൈർ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ജോലി ഇല്ലാത്തവർക്ക് അനുയോജ്യമായ ജോലി നൽകണേ റഹ്മാനെ. പല ഫീൽഡിലും പ്രവർത്തിക്കുന്നവർ, പല ബിസിനസ്സുകളും ചെയ്യുന്നവരുണ്ട്. അല്ലാഹുവേ എല്ലാം അനുവദനീയമായ മേഖലയിലാക്കണേ റഹ്മാനെ. ഖൈറും ബർക്കത്തും നൽകണേ റഹ്മാനെ. ഇത്തരം നല്ല കാര്യങ്ങൾക്ക് ചെലവ് ചെയ്യുന്നവരുണ്ട്. റബ്ബേ സ്വീകരിക്കണേ റഹ്മാനെ. വാർഷികത്തിന് ചെലവ് ചെയ്തവർ സ്വീകരിക്കണേ റഹ്മാനെ. ഭക്ഷണത്തിനും ചായക്കും മറ്റൊക്കെ നൽകിയത് വിദേശത്തുള്ളവർ വരെ നൽകി. അല്ലാഹുവേ അതൊക്കെ സ്വീകരിക്കണേ റഹ്മാനെ. അർഹമായ കൂലി നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ഇത്തരം പ്രവർത്തനങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് ആരോഗ്യം പ്രദാനം ചെയ്യണേ റഹ്മാനെ. റബ്ബേ രോഗങ്ങൾ നൽകി പരീക്ഷിക്കല്ല റഹ്മാനെ. ക്യാൻസർ നൽകല്ല റഹ്മാനെ. ട്യൂമർ നൽകല്ല റഹ്മാനെ. കിഡ്നികൾ നഷ്ടപ്പെടുത്തല്ല റഹ്മാനെ. അല്ലാഹുവേ അതുവഴി ഡയാലിസ് ചെയ്യേണ്ട ഒരവസ്ഥയിൽ ഞങ്ങളെ കിടത്തല്ല റഹ്മാനെ. ആർക്കും ഒരു ഭാരമാക്കല്ല റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ ഒരു സഹോദരന്റെ കുട്ടിയുടെ രോഗം അത് പരിപൂർണമായി ശിഫയാക്കി കൊടുക്കണേ റഹ്മാനെ. അത് വിജയിപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ. സംസാരശേഷി അത് പൂർണ്ണമായിട്ട് നൽകണേ റഹ്മാനെ. അതുപോലെ ഞങ്ങളുടെ പലരും ആശുപത്രികളിലുണ്ട്. അവർക്ക്